ശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ വെളിപാട് ഗ്രന്ഥത്തെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും സങ്കീർണമായ വ്യാഖ്യാനത്തിന് സങ്കീർണമാണ് എന്ന് കരുതാവുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് വെളിപാട് പുസ്തകം. വെളിപാട് പുസ്തകം പലപ്പോഴും ഒത്തിരി തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുണ്ട്. പല ആളുകളും പല വിധത്തിൽ വെളിപാട് ഗ്രന്ഥത്തെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്, ആളുകളെ ഭയപ്പെടുത്താറുണ്ട്. വെളിപാട് പുസ്തകം നേരിട്ട് ഉദ്ദേശിക്കുന്ന കേന്ദ്ര ആശയത്തെക്കാളും അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് പലതരം വഴിതെറ്റിയ ലക്ഷ്യങ്ങൾ വെളിപാട് പുസ്തകം വഴി സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വെളിപാട് പുസ്തകത്തെ കാര്യമായി ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമത്തിന്റെ ആരംഭം നടത്താം എന്ന് തീരുമാനിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവർബം എന്ന രണ്ടാം വത്തിക്കാൻ സൂനകദോസിന്റെ വിശുദ്ധ ദൈവവചനത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിന്റെ ഒരു അനക്സാണ്, ഒരു എക്സ്റ്റൻഷനാണ്. അതുകൊണ്ട് ആ പുസ്തകത്തോട് ആ ഡോക്യുമെന്റിനോട് ചേർത്ത് വേണം നമ്മൾ വെളിപാട് പുസ്തകത്തെ മനസ്സിലാക്കാനും അഥവാ ഈ ക്ലാസ്സുകളെ മനസ്സിലാക്കാനും. ഇനി വരുന്ന ഏതാണ്ട് 3-4 ക്ലാസ്സുകൾ കൊണ്ടാണ് നമ്മൾ ഈ വെളിപാട് പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. അപ്പൊ അത് സുദീർഘമായി എങ്ങനെ സംസാരിക്കൽ എളുപ്പമല്ല എന്ന് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ഇന്ന് വേർഡ് ടു വേർഡ് നമ്മൾ ഒന്ന് കണ്ടുപോകും. എങ്ങനെയാണ് ഓരോ പദങ്ങളും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്, അതിന്റെ പുറകിലൊക്കെ അർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സഹായിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ അത് സൂക്ഷ്മമായി ഓരോ വാക്കുകൾ കാണാൻ സഹായിക്കും. നമ്മൾ വെറുതെ അങ്ങ് വായിച്ചു പോകുമ്പോൾ പലപ്പോഴും നമുക്കൊരു 4-5 ഒരു പാരഗ്രാഫൊക്കെ വായിച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും 1-2 കാര്യമൊക്കെ ആയിരിക്കും നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കിനും പദാനുപദ പ്രാധാന്യമുണ്ട്. അപ്പൊ അത് എങ്ങനെയാണത് ക്രോഡീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയുന്നത് രസകരമാണ്. അതുകൊണ്ടാണ് എൻ്റെ ആദ്യ ഭാഗം ഞാനൊന്ന് വളരെ ഹ്രസ്വമായിട്ടാണെങ്കിലും ഒരുവിധം വേർഡ് ടു വേർഡ് എന്നതുപോലെ ഒന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 7 പുസ്തകങ്ങളെ കുറിച്ച് 7 സഭകൾക്ക് എഴുതിയ കത്തുകൾ അല്ലെങ്കിൽ 7 സഭകളോടുള്ള ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്ന മട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ നമ്മൾ പൊതുവിൽ കണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിപാട് പുസ്തകം അത് ആരംഭിക്കുന്ന മുതൽ നമ്മൾ ചെറുതായിട്ട് വായിച്ചും കൂടിയാണ് കടന്നു പോകാൻ പോകുന്നത് ഇന്നത്തെ ദിവസം. അത് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിന്റെ വെളിപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ അത് ഒരു ഗ്രീക്ക്, ഞാൻ മലയാളം POC ബൈബിൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഈശോ മിശിഹായുടെ വെളിപാട് എന്നാണ് ഒരു പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യത്തിൽ പറയുക. എന്നാൽ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ, ലത്തീൻ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തുവിന്റെ എന്ന് പറയും. ഇത് രണ്ടും ഒരേ അർത്ഥമുള്ള കാര്യങ്ങളാണ്. രണ്ട് സഭകളുടെ ഭാഷാ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഞാൻ POC ബൈബിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൽ നിന്നാണ് സംസാരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വെളിപാട് എന്നാണ്. എന്ന് വെച്ചാൽ ആദ്യ വാചകം അതാണ്. അതായത് ഈ വെളിപാട് മുഴുവനും, ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ ഭാഗം, വെളിപാട് പുസ്തകം സംസാരിക്കുന്നത് മുഴുവനും മിശിഹായായിരിക്കുന്ന കർത്താവിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെളിപാട് എന്നതിന് റെവലേഷൻ എന്ന് പറയുന്ന മിശിഹായിൽ സംഭവിച്ച വെളിപാട് എന്ന വൈഡർ ആയിട്ടുള്ള അർത്ഥം അതിനുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ വാക്ക് യേശുക്രിസ്തുവിന്റെ അഥവാ ഈശോ മിശിഹായുടെ എന്നാണ്. ഈശോ മിശിഹ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്, വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ്. നമ്മൾ സ്തുതിയിലുവാണെങ്കിൽ പോലും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഈശോ മിശിഹ എന്ന വാക്ക് അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈശോ മിശിഹ എന്ന വാക്കിന്റെ ഉള്ളർത്ഥം? 2 പേരുകൾ എന്ന പോലെയാണ് നമ്മളത് കാണുന്നത്. ഈശോ പ്ലസ് മിശിഹ, ജീസസ് പ്ലസ് ക്രൈസ്റ്റ്, ഈ യേശു പ്ലസ് ക്രിസ്തു എന്നൊക്കെ പലതരത്തിൽ പറയാം. ഇത് എന്താണിത്? പണ്ട് കാലത്ത് ഈ സെമിനാരിയിൽ, ഞാൻ പണ്ട് സെമിനാരി പഠിക്കുന്ന കാലത്ത് ആദ്യത്തെ ഈ ക്രിസ്റ്റോളജിയുടെ ക്ലാസ്സിൽ വന്ന പ്രൊഫസർ ഇങ്ങനെയാണ് അത് പറഞ്ഞു തുടങ്ങിയത്. അദ്ദേഹം ഇങ്ങനെ ബോർഡിൽ ഈശോ മിശിഹ എന്നെഴുതി, എന്നിട്ട് നടുക്കൂടി ഒരു വര വരച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു, വായിക്കാൻ പറഞ്ഞു. പേര് വായിച്ചു. എന്നിട്ട് ചോദിച്ചു, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇനിഷ്യലോട് കൂടി പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ പേരും ഇനിഷ്യലും കൂടി പറഞ്ഞു. അപ്പോ എന്നിട്ട് പ്രൊഫസർ ചോദിച്ചു, ഇതെന്താണ് ആദ്യത്തെ കാണുന്ന വാക്ക്? അപ്പൊ അത് ഈശോ. അതാരാ എന്ന് ചോദിച്ചു. ആരാണ് എന്ന് ചോദിച്ചാൽ ഈശോ ആരാണ് നമുക്കറിയാലോ, ദേവപുത്രനായ ഈശോ. അപ്പോ പ്രൊഫസർ രണ്ടാമത് ചോദിച്ചു, അപ്പുറത്തിരിക്കുന്ന ആരാണ്? അതായത് ഈശോ കഴിഞ്ഞിട്ടുള്ള മിശിഹ അതാരാണ്?
അതാരാണത്? ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കുട്ടികളുടെയൊക്കെ പലരുടെയും വിചാരം, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തി ചോദിച്ചാൽ നമ്മുടെയൊക്കെ പേരുള്ളത് പോലെ ഈശോയുടെ ഇനിഷ്യലാണ് മിശിഹ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. മിശിഹ എന്നത് ഈശോയുടെ ഇനിഷ്യലാണ്, പിതാവാനിയായിരിക്കും സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ഞാനും നേരിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പല ആളുകളോട് ചോദിച്ചിട്ട് ഞാനും അങ്ങനത്തെ ഉത്തരങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈശോ മിശിഹ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇന്ന് വേദോര ക്ലാസ്സുകളിലൊക്കെ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആദ്യത്തേത് പ്രോപ്പർ നെയിമും നാമവും, രണ്ടാമത്തേത് നാമവിശേഷണവുമാണ്. അതായത് ഈശോ എന്ന പേരും അതിന്റെ വിശേഷണവുമാണ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് വിശേഷണം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലവനായ എന്നൊരു വിശേഷണമാണ്. ഇപ്പം ജോബി എന്നാണ് ആളുടെ പേര് വിചാരിച്ചു. നല്ലവനായ ജോബി എന്ന് പറയുന്നതിന് സമാനമായി മിശിഹ ആയിരിക്കുന്ന ഈശോ എന്നാണ് ഈശോ മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് മിശിഹ ആയിരിക്കുന്ന ഈശോ? എന്താണ് മിശിഹ? മിശിഹ എന്ന് വെച്ചാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നവൻ. എന്ത് അഭിഷേകത്തെ കുറിച്ചാണ്? അഭിഷേകം എന്ന് നമ്മൾ പൊതുവിൽ ധാരാളമായി ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് അഭിഷേകം. നമ്മളൊക്കെ ഇന്നത്തെ കരിസ്മാറ്റിക് കോണ്ടെക്സ്റ്റുകളിലൊക്കെ പല അഭിഷേകങ്ങളും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അഭിഷേകം എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായ ഗൗരവമായ ഒരു 3 സാഹചര്യങ്ങളിലാണ് അഭിഷേകം എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ 3 അഭിഷേകങ്ങളാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്, ഏറ്റവും പ്രധാനമായി കാണുന്നത്. അത് ഒന്നാമത്തേത് പ്രവാചകന്മാർക്ക് നൽകപ്പെടുന്ന അഭിഷേകമാണ്. അതായത് ദൈവം തിരഞ്ഞെടുക്കുന്ന പ്രവാചകന്മാർ മറ്റു പ്രവാചകന്മാരാലൊക്കെ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. രണ്ടാമത്തേത് രാജാക്കന്മാർക്ക് നൽകപ്പെടുന്ന അഭിഷേകമാണ്. അവരുടെ ഭരണത്തിന്, അവരുടെ നേതൃത്വം, അവരുടെ ഭരണാധികാരങ്ങൾ, അതിനുള്ള കഴിവുകൾ ഒക്കെ ഉണ്ടാകാനും ദൈവം അവരെ സഹായിക്കുന്നതിന്റെ ഒക്കെ അടയാളമായിട്ട്, അഭിഷേകത്തിന്റെ അർത്ഥം ഞാൻ പറയാം, ആയിട്ട് രാജാക്കന്മാർ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. അപ്പം രാജാക്കന്മാർ വെറുതെ അങ്ങോട്ടൊരു കിരീടധാരണം നടക്കുകയല്ല ഇസ്രായേലിന്റെ ഒക്കെ പാരമ്പര്യത്തിലുണ്ടായിരുന്നത്, അവർ അഭിഷേകം ചെയ്യപ്പെടുകയാണ് ചെയ്തിരുന്നത്. മൂന്നാമത്തേത് പുരോഹിതരാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്, പൗരോഹിത്യത്തിന്റെ അഭിഷേകം. ഇങ്ങനെ 3 അഭിഷേകങ്ങളാണുള്ളത്. എന്താണ് ശരിക്കും ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിശിഹ എന്ന വാക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന വാക്കിനെ കുറിച്ച്. എന്താണ് ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ? അഭിഷേകം അതിന്റെ ലിറ്ററൽ സെൻസിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, തൈലം ഒരാളുടെ തലയിലൂടെ ഒഴിക്കുന്നതാണ്. വെറുതെ തൈലമല്ല, ആശീർവദിക്കപ്പെട്ടതിൽ. അതിന്റെ ആധുനിക രൂപമാണ്, അല്ലെങ്കിൽ സഭാത്മക രൂപമാണ് തൈലാഭിഷേകത്തിന്റെ ശുശ്രൂഷ തന്നെയുണ്ടല്ലോ. തൈലേപനം എന്ന് ലത്തീൻ ക്രമത്തിൽ വിളിക്കുന്ന തൈലാഭിഷേകം. എന്താ ചെയ്യുന്നത്? മുറോൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ. ശരിക്കും അത് ഒരാളെ മുഴുവനാണ് അഭിഷേകം ചെയ്തിരുന്നത്. പണ്ടുകാലത്തൊക്കെ അങ്ങനെ സഭയിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയോ നെറ്റിയിൽ പൂശുകയോ മാത്രമല്ല ചെയ്യുന്നത്, ശരീരം മുഴുവനും പൂശുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം സ്ത്രീകളായ ഡീക്കന്മാരുണ്ടായിരുന്നു പണ്ട് സഭയിലുണ്ടായിരുന്നു. അവരാണ് ഈ അർത്ഥിയുടെ മേൽ ശരീരം മുഴുവനും തൈലം പൂശിയിരുന്നത്. അപ്പം അങ്ങനെ പോലും ഉണ്ടായിരുന്നു പണ്ട്. അപ്പം അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ തൈലത്താൽ ഒരാളെ ഫുള്ള് കവർ ചെയ്യുക എന്നാണ്. അപ്പൊ പണ്ടുകാലത്ത് എങ്ങനെയാ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, ഈ പഴയ നിയമത്തിലൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിച്ച ഒരുക്കപ്പെട്ട തൈലം കൊണ്ട് ആ അഭിഷേകം ചെയ്യപ്പെടേണ്ട വ്യക്തിയുടെ തലയിലൂടെ ഇങ്ങനെ ഒഴിക്കും. അപ്പോൾ ആ തൈലം ഇങ്ങനെ പടർന്നിറങ്ങും. തൈലത്തിന്റെ പ്രത്യേകത എന്താണ്? വെള്ളം ഒഴിക്കുന്ന പോലെ അല്ല, അവിടെ ഇവിടെ ചാലികീറിയല്ല തൈലം ഒഴുകുക. തൈലം ഒരാളെ ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്യും. എന്ന് വെച്ചാൽ തൈലാഭിഷേകം നടത്തപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 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 കലം നിറയെ തൈലം എടുത്ത് ഓയിലെടുത്ത് ഒരാൾ തലയിലൂടെ ഒഴിച്ചു എന്ന് വിചാരിച്ചു, അയാളുടെ ഓരോ ഇഞ്ചും ഈ തൈലത്താൽ കവർ ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ അയാൾ ഒരു തൈലത്തിന്റെ കോട്ടിങ്ങിന്റെ അകത്തായി മാറും. എന്താ അർത്ഥമാക്കുന്നറിയോ? ദൈവം അയാളെ ഇതുപോലെ ഈ ലോകത്തിൽ നിന്ന് പൊതിഞ്ഞ് വേർതിരിച്ച്, ദൈവം അയാളെ പൊതിഞ്ഞ് ലോകത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ തൈലം പണ്ട് മുതൽ ഉപയോഗിക്കുമായിരുന്നെങ്കിലും അത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യത്തിന്റെ അടയാളമാണ് എന്നൊക്കെ പിന്നീടാണ് ബോധ്യപ്പെടുന്നതും. പിന്നീട് പരിശുദ്ധാത്മാവ് ഒരാളെ പൊതിയുന്നതിന്റെ, ഒരാളുടെ മേൽ ആവസിച്ച് അയാളെ സ്വന്തമാക്കുന്നതിന്റെ, അധിവസിക്കുന്നതിന്റെ ഒക്കെ അടയാളമായിട്ട് ഈ തൈലത്തിന്റെ അഭിഷേകം ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ എന്തായിരുന്നാലും തൈലാഭിഷേകം എന്ന് പറയുന്നത് ലിറ്ററൽ അർത്ഥമാണ് പറഞ്ഞത്. വളരെ ബാഹ്യമായ അർത്ഥത്തിൽ തൈലാഭിഷേകം എന്ന് പറഞ്ഞാൽ തൈലം കൊണ്ട് ഒരാൾ ഇങ്ങനെ പൊതിയപ്പെടുന്നു, ശിരസിലൂടെ ഒഴിക്കപ്പെട്ട് അഹ്റോന്റെ താടിയിലൂടെയൊക്കെ ഊർന്നിറങ്ങുന്ന എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുമല്ലോ. അങ്ങനെയാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്. ഇനി ഈശോ മിശിഹായുടെ അഭിഷേകം എന്താണ്? അതുകൊണ്ടാണല്ലോ ഈശോ മിശിഹ, അഭിഷിക്തനായ ഈശോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോയുടെ അഭിഷേകം ഇതിനകത്ത് ഏതിൽ പെടുന്നതാണ്? രാജാവിന്റെ അഭിഷേകമാണോ? പ്രവാചകന്റെ അഭിഷേകമാണോ? പുരോഹിതന്റെ അഭിഷേകമാണോ?
ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈശോ മിശിഹായിൽ ഈ 3 അഭിഷേകങ്ങളും സംഗമിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പഴയ നിയമത്തിൽ രാജാവ് രാജാവിന്റെ ദൗത്യം, പ്രവാചകൻ പ്രവാചകന്റെ ദൗത്യം, പുരോഹിതൻ പുരോഹിതന്റെ ദൗത്യം, ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിരുന്ന 3 ദൗത്യങ്ങൾ ഒരാളിലേക്ക് സംഗമിക്കുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ കാണും. അത് ഈശോ മിശിഹായിലാണ്. ഈശോ മിശിഹ ഈ 3 അഭിഷേകവും കൂടിയുള്ളവനാണ് എന്ന് വെച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ ഇങ്ങനെ പറയണം, അവിടുത്തെ നിത്യ പൗരോഹിത്യത്തിന്റെ അഭിഷേകത്തിൽ മറ്റ് 2 അഭിഷേകങ്ങളും കലർന്നിരിക്കുന്നു. നിത്യ പൗരോഹിത്യത്തിന്റെ അഭിഷേകത്തിനകത്ത് ഈ 2 അഭിഷേകങ്ങളും, അതായത് അവിടുത്തെ പ്രവാചക അഭിഷേകവും അതിൽ കലർന്നിരിക്കുന്നു. പ്രവാചക അഭിഷേകം എന്ന് പറയുന്നത് എന്താണ്? സത്യവിശ്വാസം പഠിപ്പിക്കുന്ന, ദൈവിക രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നവനാണ് പ്രവാചകൻ. ദൈവത്തിന്റെ നാമത്തിൽ സംസാരിക്കുന്നവനാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ്, ദൈവനാമത്തിൽ സംസാരിക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചകന്റെ അഭിഷേകം. ഈശോ മിശിഹായ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന അഭിഷേകത്താൽ അവിടുന്ന് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന യഥാർത്ഥ പ്രവാചകനാണ്. രണ്ടാമത്, അവിടുന്ന് രാജാവാണ്. നീ രാജാവാണോ എന്നൊക്കെ വിചാരണ സമയത്ത് ചോദിക്കുകയും, ഞാൻ രാജാവാണ്, എന്നാൽ ഇഹത്തിന്റെ രാജാവല്ല എന്നൊക്കെ ഈശോ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ രാജ്യത്വത്തിനും അഭിഷേകമുണ്ട്. അപ്പൊ ഈ 2 അഭിഷേകങ്ങളും അത് ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് പ്രബോധനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ രണ്ടാമത്തേത് ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. ഭരിക്കുന്ന മിശിഹ ഇത് രണ്ടും കൂടെ സംയോജിക്കുന്നു. അപ്പൊ ഭരിക്കുന്നവനായ മിശിഹ, പഠിപ്പിക്കുന്നവനായ മിശിഹ, ഈ 2 അഭിഷേകങ്ങളും അവിടുത്തെ പൗരോഹിത്യ അഭിഷേകത്തിൽ കലർന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ പ്രവാചകൻ പുരോഹിതനല്ല, പുരോഹിതൻ പ്രവാചകനുമല്ല, രാജാവ് പ്രവാചകനല്ല, പ്രവാചകൻ രാജാവുമല്ല. എന്നാൽ ഇവിടെ ഈ പുരോഹിതൻ ഒരേ സമയം രാജാവാണ്, അതേസമയം തന്നെ പ്രവാചകനുമാണ്. അപ്പൊ പ്രവാചക ദൗത്യവും രാജകീയ ദൗത്യവും പൗരോഹിത്യ ദൗത്യത്തിൽ സമ്മേളിച്ചിരിക്കുന്ന ഈ 3 അഭിഷേകവുമുള്ള പഴയ നിയമത്തിലെ ഈ ത്രിവിധ ദൗത്യങ്ങൾ ഒരുമിച്ച് കലർന്നിരിക്കുന്ന ഈശോ മിശിഹായെ കുറിച്ചാണ് പറഞ്ഞാരംഭിക്കുന്നത്. ആദ്യത്തെ വാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ വെളിപാട് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മിശിഹായായിരിക്കുന്ന ഈശോയുടെ വെളിപ്പെടുത്തൽ എന്നാണ് അതിന്റെ ആരംഭം. അപ്പം യോഹന്നാൻ എഴുതപ്പെടുന്ന, അഥവാ യോഹന്നാൻ ആരാണ് നമുക്ക് പിന്നെ പറയാം, സൂചിപ്പിച്ചായിരുന്നു. ഈ ഓതർ അഥവാ സേക്രഡ് ഓതർ, വിശുദ്ധ ഗ്രന്ഥകാരൻ, അത് എനിക്കുണ്ടായ വെളിപാട് എന്ന് പറയുന്നതിനേക്കാൾ മിശിഹായുടെ വെളിപ്പെടുത്തൽ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ദർശിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ അത് നൽകിയവനെ കുറിച്ച്, ആ വെളിപാട് നൽകിയവന്റേത് ആണ് ഈ പറയുന്നതെല്ലാം എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യ വാചകം യേശുക്രിസ്തുവിന്റെ വെളിപാട് എന്ന് പറഞ്ഞാരംഭിക്കുന്നത്. ഇനി രണ്ടാമത് തുടർന്ന് പറയുകയാണ്, ഉടനെ സംഭവിക്കേണ്ടവ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം അവന് നൽകിയതും അവൻ തന്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാനെ അറിയിച്ചതും. ഇനി എന്താണ് ഈ വെളിപാട്? യേശുക്രിസ്തുവിന്റെ വെളിപാട് എന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കുകയാണ്. ഈശോ മിശിഹായുടെ വെളിപാട് എന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നാമത് അത് ദൈവം തന്റെ ഇങ്ങനെയാണ്, ദൈവം അവന് നൽകിയതും, അതായത് പുത്രന് പിതാവ് നൽകിയതും, പിതാവ് പുത്രന് നൽകിയതും, പുത്രൻ ഒരു ദൂതനെ അയച്ച് ദാസനായ യോഹന്നാനെ അറിയിച്ചതും. ഇങ്ങനെയാണ് ഈ വെളിപാട് എന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ പ്രഖ്യാപിക്കുന്നത്. തനിക്ക് വെളിപാട് കിട്ടുന്നത് എങ്ങനെയാണ്? പിതാവിൽ നിന്ന് പുത്രൻ സ്വീകരിച്ചതും പുത്രനിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതും, അപ്പസ്തോലനായ ശ്ലീഹയായ ഞാൻ സ്വീകരിച്ചതും എന്നാണ് അതിന്റെ ഉള്ളർത്ഥം. അത് ശ്ലീഹ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ബൈബിൾ പണ്ഡിതരുടെ ഇടയ്ക്ക് ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നത് അത് ഈശോയുടെ അപ്പസ്തോലനായ യോഹന്നാൻ തന്നെയാണ്, വ്യക്തമായിട്ടും തന്നെയാണ് എന്ന് തന്നെയാണ്. അപൂർവം ചില ആളുകൾക്ക് മറിച്ചൊക്കെ പറയാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മനസ്സിലാക്കാവുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടെ അന്നും ജീവിച്ചിരുന്ന വിശുദ്ധ യോഹന്നാന്റെ എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരിട്ട് പൂർണ്ണമായി എഴുതിയോ, അതോ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ കൂടിച്ചേർന്ന് എഴുതിയോ, അതോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എഴുത്തുകാരുടെ ഒരു സംഘം ഇരുന്ന് എഴുതിയോ എന്ന കാര്യത്തിൽ മാത്രമാണ് പൊതുവിൽ വിഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഈ വെളിപാട് കിട്ടിയത്. ഇനി എന്താണ് ഈ വെളിപാടിന്റെ ഉള്ളടക്കം? ഉടനെ സംഭവിക്കേണ്ടവ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിനാണ് ഇത്. ഉടനെ സംഭവിക്കേണ്ടവ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന്. അപ്പൊ യോഹന്നാന്റെ ദൗത്യം എന്താണ്? പിതാവായ ദൈവം പുത്രന് നൽകിയതും പുത്രൻ അത് തനിക്ക് നൽകിയതും താനത് ജനത്തിന് നൽകേണ്ടതും. ഉടനെ സംഭവിക്കുന്നവ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അങ്ങനെയാണെങ്കിൽ അതിന്റെ സിമ്പിളായ അർത്ഥം അന്ന് സംഭവിച്ചു കഴിഞ്ഞു പോയതല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്നാണോ ഇതിനകത്ത് പറയുന്നത്? അല്ല, ഉടനെ സംഭവിക്കേണ്ടവ എന്ന് പറയുന്ന ആ പദത്തിന് തന്നെ ഒരു രണ്ടർത്ഥങ്ങളുണ്ട്. ആദ്യ അർത്ഥം എന്താണ്? ആ സമയത്ത് പീഡനത്തിലൂടെ കടന്നു പോകുന്ന സഭയ്ക്ക് ഉടൻ തന്നെ വരാനിരിക്കുന്ന മഹത്വം, അതാണത് സൂചിപ്പിക്കുന്നത്. ഉടൻ തന്നെ വരാനിരിക്കുന്ന മഹത്വം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് രക്തസാക്ഷിത്വത്തിന്റെ മഹത്വമാകാം, അവർ സ്വീകരിക്കാനിരിക്കുന്ന രക്തസാക്ഷിത്വം അവരെ മഹത്വപ്പെടുത്തുന്നതാവാം,
മറുവശത്ത് സഭയ്ക്കുണ്ടാകാവുന്ന ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ നന്മയാകുന്ന മഹത്വം അതാവാം. ഇനി അടുത്തത് മിശിഹായുടെ രണ്ടാം വരവ് എന്ന് പറയുന്ന മഹത്വപൂർണമായ ദിനമായിരിക്കാം. ഇത് മൂന്നും അതിനകത്ത് അർത്ഥമാക്കുന്നുണ്ട് എന്നുള്ളതും ശരിയാണ്. ഇനി അതുകൊണ്ടാണ് ഇതിന് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട്, എന്നാൽ യുഗാന്ത്യത്തിൽ പൂർത്തിയാകേണ്ട ഒരർത്ഥവും കൂടിയുണ്ട്. കാലഘട്ടത്തിന്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ പീഡനത്തിലായിരിക്കുന്ന സഭയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രചോദനം, പ്രോത്സാഹനം, ഒപ്പം പ്രത്യാശ നൽകുക എന്നുള്ളത് ഈ വെളിപാടിന്റെ ഉദ്ദേശമാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യാശ കൊടുക്കുമ്പോൾ അതൊരു തൽക്കാലത്തിന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണ്, കർത്താവ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് തെറ്റിദ്ധരിക്കരുത്. അവിടുത്തെ രണ്ടാമത്തെ ആഗമനം, അതാണ് അതിന്റെ ലക്ഷ്യം. ഈ ആഗമനം ആണ് ഇതിന്റെ നേരിട്ടുള്ള കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ഇമ്മീഡിയറ്റ്നെസ് എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ആ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും ഈവൻ രക്തസാക്ഷിത്വം വരിക്കുന്നത് പോലും അവർ പെട്ടെന്ന് കണ്ടുമുട്ടാനിരിക്കുന്ന സ്വർഗീയ മഹത്വവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഇനി അത് നിത്യകാലവും നിലനിൽക്കേണ്ടതുമാണ്. ഓരോ വ്യക്തിയും ഈ സുവിശേഷം ഈ വിശുദ്ധ ഗ്രന്ഥം പിന്നീട് വായിക്കാനിരിക്കുന്ന ഓരോ വ്യക്തിയും തന്റെ അനുദിന ജീവിതത്തിൽ ഇമ്മീഡിയറ്റ് പരോസ്യ ജീവിതത്തിൽ അനുഭവിക്കുന്നതുമാണ്. എന്ന് വെച്ചാൽ ഓരോരുത്തരും അവന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ, മരണത്തിന്റെ നിമിഷത്തിൽ കണ്ടുമുട്ടാൻ പോകുന്ന മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം തന്നെയാണ്. അതിനി ചരിത്രത്തിൽ അത് യുഗാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്നു എങ്കിൽ തന്നെയും, അപ്പൊ അതുകൊണ്ട് ഉടനെ സംഭവിക്കേണ്ടവ എന്ന് പറഞ്ഞാൽ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കർത്താവ് വരുമെന്ന് വിചാരിച്ചു, പിന്നീട് കർത്താവ് വന്നില്ല എന്ന് കരുതേണ്ടതില്ല. അവരുടെ പ്രത്യാശ അതായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ വിപുലമായ അർത്ഥങ്ങളൊക്കെയുണ്ട്. വളരെ പെട്ടെന്ന് എന്ന് പറയുന്നതിന് അത് മനുഷ്യന്റെ പീരീഡിനകത്ത്, കാലഘട്ടത്തിനകത്ത് മാത്രം ഉൾച്ചേരുന്ന ഒരു ഇമ്മീഡിയറ്റ്നെസ്സിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി അടുത്തത് തുടർന്ന് ഇങ്ങനെയാണ്: അവൻ ദൈവത്തിന്റെ വചനത്തിനും ഈശോ മിശിഹായുടെ സാക്ഷ്യത്തിനും, ദൈവത്തിന്റെ വചനത്തിനും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിനും താൻ കണ്ടതിനെല്ലാം സാക്ഷ്യം നൽകി എന്നാണ് പറഞ്ഞാരംഭിക്കുന്നത്. ഇതെന്താണ് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 3 കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. ആരംഭത്തിൽ തന്നെ 3 കാര്യങ്ങൾ. അതായത് ഈ വെളിപാട് പുസ്തകം 3 കാര്യങ്ങളാണ് എന്നാണ്. ഒന്നാമത് അത് വെളിപാടാണ്, രണ്ടാമത് അത് സാക്ഷ്യമാണ്, മൂന്നാമത് അത് പ്രവചനമാണ്. 3 കാര്യങ്ങൾ തിരിച്ചു വേണേൽ പറയാം. ആദ്യം സംസാരിക്കുന്ന പ്രവചനത്തെ കുറിച്ച് ആയതുകൊണ്ട് അങ്ങനെയും പറയാം. ഒന്നാമത് പ്രവചനമാണ്, രണ്ടാമത് സാക്ഷ്യമാണ്, മൂന്നാമത് വെളിപാടാണ്. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് ഈ വെളിപാട് പുസ്തകം എന്നാണ് ഈ ആമുഖത്തിൽ തന്നെ സംസാരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ ഭാഗം അഥവാ വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇനി പറയേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ആദ്യം പറയാത്തതെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ആരംഭം കുറിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാമെന്നാണ്. ഒരു 5 കാര്യങ്ങൾ വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ, ഇതിനകത്ത് ചിലതൊക്കെ പൊതുവിൽ എല്ലാ വിശുദ്ധ ഗ്രന്ഥഭാഗത്തെ സംബന്ധിച്ച് ബാധകമാണ്. 5 കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കണം, അഥവാ 5 മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം വെളിപാട് പുസ്തകം വായിക്കാനായിട്ട്. ഒന്നാമത്തേത്, ഈ വെളിപാട് പുസ്തകം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറ്റ് ഗ്രന്ഥങ്ങളോട് ബന്ധപ്പെടുത്തി വേണം വ്യാഖ്യാനിക്കാൻ. എന്ന് വെച്ചാൽ വെളിപാട് പുസ്തകത്തിന്റെ അർത്ഥവും ആഴവും ഒക്കെ നമുക്ക് മനസ്സിലാകാൻ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറ്റ് ഭാഗങ്ങൾ, മറ്റ് പുസ്തകങ്ങൾ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും അതിന്റെ പുറകിൽ പഴയ നിയമത്തിലെ ഒത്തിരി പരാമർശങ്ങളുണ്ട്, പുതിയ നിയമത്തിലെ പരാമർശങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉരുത്തിരിച്ചെടുക്കുന്ന, പിറക്കിയെടുക്കുന്ന പ്രതീകങ്ങൾ, ചില സംഭവങ്ങൾ, ചില അടയാളങ്ങൾ, ഇവയുടെയൊക്കെ ഒരു സമ്മേളനമാണ് വെളിപാട് പുസ്തകം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ കാണുമ്പം ഇതിനകത്ത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രതീകം പോലും തന്നെ പുതുമയുള്ളതല്ല എന്ന് വേണം പറയാം. എല്ലാം പഴയ നിയമത്തിൽ അനേകം ഇടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പ്രവാചക ഗ്രന്ഥങ്ങൾ, വളരെ പ്രധാനമായി പ്രവാചക ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രവചന സ്വഭാവമുള്ള കാര്യങ്ങളുടെ ഒരു സമ്മേളനമാണ് ശരിക്കും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറ്റു ഭാഗങ്ങൾ മുഴുവനും, പ്രത്യേകിച്ച് പഴയ നിയമത്തിനകത്തെ പ്രതീകാത്മക രചനകൾ ഈ വെളിപാട് പുസ്തകവുമായി കോർത്തിണക്കി വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പൊതു പഠനത്തോട് അത് ചേർന്ന് പോകണം. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു ഭാഗം മാത്രം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനിക്കാൻ പാടില്ല. പകരം വിശുദ്ധ ഗ്രന്ഥം മുഴുവനും എന്തിനെക്കുറിച്ച് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിൽ വേണം, അതിനോട് ബന്ധപ്പെടുത്തി തന്നെ വേണം നമുക്ക് വെളിപാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ. മൂന്നാമത്തേത്, വളരെ പ്രധാനമായി നമ്മൾ പരിഗണിക്കേണ്ട 2-3 ഘടകങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാണ് ചരിത്രം, മറ്റൊന്ന് സാഹിത്യം, കാലഘട്ടം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം എഴുതപ്പെടുന്ന കാലഘട്ടത്തിന്റെ ചരിത്രം എന്താണ്,
നമ്മൾ ചെറുതായിട്ടൊക്കെ പലതവണ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ ബിഗിനിങ്, ആദിമസഭ കടന്നു പോകുന്ന കൊടിയ പീഡനങ്ങൾ, ചക്രവർത്തിമാരുടെ ഇടപെടലുകൾ, സമൂഹത്തിലെ അവരുടെ അവസ്ഥ, രക്തസാക്ഷിത്വത്തിന്റെ കാലഘട്ടം, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി ചരിത്രപരമായ സംഗതികൾ അതിനകത്തുണ്ട്. അതറിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ അതിന്റെ സാഹിത്യശൈലി, ഇത് അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചറാണ്. അപ്പൊ അതിന്റെ പ്രതിരൂപാത്മക സ്വഭാവമുള്ള സാഹിത്യ ശൈലി നമ്മൾ അറിയണം. അല്ലെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് തോന്നാണ് സാധ്യത. അതുപോലെ കാലഘട്ടത്തെ കുറിച്ച് അറിയണം. എത്ര കാലം മുമ്പാണിത്, ഏത് കാലഘട്ടത്തിലാണ് എഴുതുന്നത്, ഈശോയുടെ സമീപകാലത്താണോ സഭയുടെ വളർച്ചാ ഘട്ടത്തിലാണോ എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അതുപോലെ തന്നെ അവരുടെ സാംസ്കാരിക പ്രത്യേകതകൾ, ഇത് വായിക്കുന്ന ജനത്തിന്റെ അന്നത്തെ സാംസ്കാരിക പശ്ചാത്തലം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത്രയും പരിശോധിച്ചിട്ട് വേണം ഇതിന്റെ ഭാഗങ്ങൾ വ്യാഖ്യാനിക്കാൻ. നാലാമത്തേത്, ഈ പ്രതീകങ്ങളുടെയൊക്കെ പൊതു അർത്ഥങ്ങൾ പരിഗണിക്കണം. ഇപ്പം രാജ്യം, വാൾ, ഇരുതലയുള്ള വാൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി 7 ആത്മാക്കൾ, 7 സഭകൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി പ്രതീകങ്ങൾ ഉപയോഗിക്കുകയാണ്. ഈ പ്രതീകങ്ങൾക്കൊക്കെ ഒരു പൊതു അർത്ഥമുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഒരു പർട്ടിക്കുലർ അർത്ഥങ്ങൾ വേറെ വരാം, പക്ഷെ ഒരു പൊതു അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഈ പൊതു അർത്ഥങ്ങൾ പരിഗണിക്കപ്പെടണം. ഇനി അഞ്ചാമത്തെ എന്താണ്? പഴയ നിയമ പ്രവാചക സ്വഭാവം, പഴയ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളുടെ അല്ലെ പ്രവാചകന്മാരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ പ്രഘോഷണത്തിന്റെ സവിശേഷതകൾ ഈ വെളിപാട് പുസ്തകത്തിന് അന്തർച്ചുണ്ട്. അപ്പൊ അതും കൂടെ പരിശോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വെളിപാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് പറഞ്ഞ കുറച്ച് വാക്കുകളെ കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പോ വായിച്ച കേട്ട ആദ്യ വാചകത്തിനകത്ത് ഇത് യേശുക്രിസ്തുവിന്റെ വെളിപാടാണ്. ഉടനെ സംഭവിക്കേണ്ടവ തന്റെ ദാസർ കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം അവന് നൽകിയതും അവൻ തന്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാനെ അറിയിച്ചതും ആണിത്. അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിനും താൻ കണ്ടതെല്ലാം സാക്ഷ്യം നൽകി എന്ന് പറയുന്നു. ചില വാക്കുകൾ എടുത്തെടുത്ത് പറയും. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. വെളിപാട് എന്നതിനെ കുറിച്ച്, ലഭിച്ച വെളിപാട് എന്നാണ്. വെളിപാട് എന്ന് പറഞ്ഞാൽ റെവലേഷൻ എന്നുള്ള പുതിയ അർത്ഥമുണ്ട്. അതിനേക്കാൾ കൂടുതൽ അപ്പോക്കാലിപ്സിസ് എന്ന ഗ്രീക്ക് മൂലപദമാണ് ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ ദാസനായ യോഹന്നാൻ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് എന്നാണ്. ഈ ദാസർക്ക് എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തെ മുഴുവനും, സഭാ സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ ജനത്തിനെന്നല്ല, ദൈവത്തിന്റെ ദാസനായി സ്വയം സമർപ്പിച്ചിരിക്കുന്ന, പരിശുദ്ധ മാമോദീസയാൽ മിശിഹായുടെ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന, പീഡനത്തിലൂടെ കടന്നു പോകുന്നവരെയാണ് ദാസർക്ക് എന്ന് കൃത്യമായി ഉദ്ദേശിച്ചത്. ഇനി അതുപോലെ അറിയിച്ചു എന്ന് തന്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാനെ അറിയിച്ചതും എന്ന വാക്കിന് ചുമ്മാ ഇൻഫോം ചെയ്തെന്നുള്ള അർത്ഥം മാത്രമല്ല, പൊതുവിൽ സുവിശേഷങ്ങളുടെ ഒരു ഛായ കൊടുക്കുകയാണ് അവിടെ. എന്ന് വെച്ചാൽ ഇദ്ദേഹം എഴുതിയത് എന്നതിനേക്കാൾ ഗിവൺ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പം സുവിശേഷങ്ങളെ കുറിച്ച് പോലും നമ്മളൊരു സുവിശേഷം വായിക്കുവാണെങ്കിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നല്ല പറയുക, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം എന്നാണ് നമ്മൾ പറയേണ്ടത്. യോഹന്നാൻ അറിയിച്ച സുവിശേഷം എന്നാണ്. അറിയിക്കുക എന്ന് പറഞ്ഞാൽ അത് അറിയിക്കാൻ വേണ്ടിയാണ്, അത് റിവീൽ ചെയ്യാൻ വേണ്ടിയാണ്, വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, നൽകാൻ വേണ്ടിയാണ് മിശിഹ വന്നത് എന്ന കാര്യത്തെയാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങളുണ്ട്. ഒന്ന് വെളിപാട്, 2 സാക്ഷ്യം, മൂന്നാമത്തേത് പ്രവചനം. ഈ 3 സംഗതികൾ ഒരുമിച്ചാണ് വെളിപാട് പുസ്തകത്തിനകത്തുള്ളത്. അഥവാ ഈ യോഹന്നാൻ ഇപ്പോൾ എത്താൻ പോകുന്നത് അത് ഈ 3 കുഴിതാണ്. ഒന്നാമത് അതൊരു വെളിപാടാണ്. വെളിപാട് എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടതാണ്, റിവീൽ ചെയ്യപ്പെട്ടതാണ്. രണ്ടാമത് സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു പരാമർശമാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 8-ാം തിരുവചനം, വിശദീകരണം എടുക്കാവുന്നവർക്ക് പെട്ടെന്ന് എടുത്ത് വായിക്കാവേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. അവിടെ നമ്മളിങ്ങനെ വായിക്കും, നിങ്ങൾ ലോകം മുഴുവനും എനിക്ക് സാക്ഷികളായിരിക്കും എന്നാണ്. നിങ്ങൾ ലോകം മുഴുവൻ എനിക്ക് സാക്ഷികളായിരിക്കും. കർത്താവിന് സാക്ഷിയായിരിക്കുക എന്ന് പറയുന്നതാണ് ക്രിസ്ത്യൻ ലിവിങ് എന്നാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. അപ്പൊ അതുകൊണ്ട് താൻ കണ്ടതിനെല്ലാം സാക്ഷ്യം നൽകി എന്ന് പറഞ്ഞാൽ സുവിശേഷം, അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ 1 യോഹന്നാൻ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അത് വായിക്കാമോ? 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും, കാണുക മാത്രമല്ല സൂക്ഷിച്ച് വീക്ഷിച്ചതും, കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ ചുമ്മാ അവിടുന്ന് പറഞ്ഞു കേട്ടതിനെ കുറിച്ച് പറയുന്നല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടതും
സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ എന്ന് പറഞ്ഞാൽ അത് സാക്ഷി, അതാണ് ഈ സാക്ഷ്യം. ഇത് ശ്ലൈഹിക സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന പദമാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അവര് അപ്പസ്തോലന്മാർ, അവർ ഫസ്റ്റ് വിറ്റ്നസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ദൈവിക രഹസ്യങ്ങളുടെ ആദ്യ സാക്ഷികൾ എന്നാണ് മറ്റു മെത്രാന്മാരിൽ നിന്ന് 12 അപ്പസ്തോലന്മാർക്കുള്ള വ്യത്യാസം, ആകെയുള്ള വ്യത്യാസം. ബാക്കി എല്ലാ കാര്യത്തിലും അവർ തുല്യരാണ്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ അവർ ഈ സാക്ഷ്യം പകർന്നു കിട്ടിയവരാണ്. എന്നാൽ നേരിട്ട് ആ സാക്ഷ്യം സ്വീകരിച്ചത് 12 അപ്പസ്തോലന്മാരാണ്. ഒരേ അധികാരം, ഒരേ അസ്തിത്വം ഒക്കെയാണ് അപ്പസ്തോലന്മാർക്കും മെത്രാന്മാർക്കും ഉള്ളതെങ്കിൽ പോലും അപ്പസ്തോലന്മാരുടെ പ്രത്യേകത ദേ ആർ ദ ഡയറക്റ്റ് ഫസ്റ്റ് വിറ്റ്നസ് എന്നാണ്. അപ്പം ശ്ലൈഹികതയാണ് ഈ സാക്ഷ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യോഹന്നാന്റെ അപ്പസ്തോലികതയെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ പറയാണ് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിനും ഈശോ മിശിഹായുടെ സാക്ഷ്യം, പിതാവായ ദൈവത്തെ അവിടുന്ന് കണ്ട, അവിടത്തേക്ക് നന്നായി അറിയാവുന്ന പിതാവിനെയാണ് മിശിഹ സാക്ഷ്യപ്പെടുത്തിയത്. ആ സാക്ഷ്യമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, ആ സാക്ഷ്യമാണ് ഞങ്ങൾ പകർന്നു കൊടുക്കുന്നത്. സത്യത്തിൽ ശ്ലൈഹിക സഭയുടെ അപ്പസ്റ്റോലിക് സക്സഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഈ സാക്ഷ്യത്തിന്റെ ഹാൻഡിങ് ഓവർ ആണ്. ഈ ദൃക്സാക്ഷിത്വത്തിന്റെ, വിറ്റ്നസിന്റെ ഹാൻഡിങ് ഓവർ ആണ് അത്. ഇനി അടുത്ത സാക്ഷി നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടവ പാലിക്കുന്നവരും അനുഗ്രഹീതർ. ഇങ്ങനെയാണ് ആ വാചകം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ അനുഗ്രഹീതർ, കേൾക്കുന്നവർ അനുഗ്രഹീതർ, ഇത് പാലിക്കുന്നവർ അനുഗ്രഹീതർ. കേൾക്കുന്നതും അത് പറയുന്നതും പാലിക്കുന്നതും അനുഗ്രഹീതർ. ഈ അനുഗ്രഹീതർ എന്ന് പറയുന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വെളിപാട് പുസ്തകം മുഴുവനും കുറെ 7ന്റെ കുറെ ആവർത്തനങ്ങൾ വരും. 7 സഭകളോട് പറയുന്ന പോലെ ഇവിടെ സപ്താനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സപ്ത അനുഗ്രഹങ്ങൾ, 7 അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കും. 7 അനുഗ്രഹങ്ങൾ. നമ്മള് സുവിശേഷങ്ങൾക്കകത്തും അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് കേൾക്കണം. അതുപോലെ അതിന് സമാനമായി 7 സൗഭാഗ്യങ്ങൾ, 7 അനുഗ്രഹങ്ങൾ ഈ വെളിപാട് പുസ്തകത്തിനകത്ത് കാണും. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് കണ്ടുപോകാം. അതിനകത്ത് ഒന്നാമത്തേതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ വചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടവ പാലിക്കുന്നവരും അനുഗ്രഹീതർ. ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അഥവാ അനുഗ്രഹീതർ. ഭാഗ്യവാന്മാരെന്നായിരുന്നു പഴയ PUC ബൈബിളിലെ ട്രാൻസ്ലേഷൻ. അനുഗ്രഹീതർ എന്നാണ് ശരിക്കും പറയേണ്ടത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഇന്ന കാര്യത്തിന് അനുഗ്രഹീതർ, ഇന്നത് ചെയ്യുന്നവർ അനുഗ്രഹീതർ എന്ന് പറയുന്ന അഷ്ടസൗഭാഗ്യങ്ങളുണ്ടല്ലോ, അതിന് സമാനമായി 7 സൗഭാഗ്യങ്ങളെ കുറിച്ച്, 7 അനുഗ്രഹങ്ങളെ കുറിച്ച് വെളിപാട് പുസ്തകം സംസാരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇത്. ഈ പ്രവചനത്തിലെ വാക്ക് വായിക്കുന്നവനും കേൾക്കുന്നവനും അത് അനുഷ്ഠിക്കുന്നവർക്കും അനുഗ്രഹം എന്നുള്ളത്. നമുക്ക് അതെല്ലാം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. രണ്ടാമത്തേത് 14-13 മുഴുവൻ വെളിപാട് പുസ്തകമാണ്. പെട്ടെന്ന് വായിച്ചു പോകാം. 14-13. സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. രണ്ടാമത്തെ കാര്യം, കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. ഭയങ്കരമായ രക്തസാക്ഷിത്വമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം വെളിപ്പെടുത്തുകയാണ്, മിശിഹ വെളിപ്പെടുത്തുകയാണ്, ഇപ്പോൾ മൃതി അടയുന്നവർ അനുഗ്രഹീതർ. വെറുതെ പുറത്ത് മരിച്ചു പോകുന്നവരെന്നല്ല, രക്തസാക്ഷികളെ തന്നെ ഉദ്ദേശിക്കുന്നത്. അവർ അനുഗ്രഹീതരാണ്. 16-15 സപ്താനുഗ്രഹങ്ങളെ കുറിച്ച് പറയാണ്. ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു, നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് വെച്ചാൽ സദാ ജാഗരൂകരായിരിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സംസാരിക്കുന്ന അതേ കാര്യമാണ് ആവർത്തിക്കുന്നത്. ഈ സമയത്ത് അലസരായിരിക്കാതെ, ഈ പീഡനങ്ങളുടെ മധ്യേ അലസരായിരിക്കാതെ, ഒളിച്ചിരിക്കാതെ വസ്ത്രം ധരിച്ചൊരുങ്ങിയിരിക്കുന്നവൻ. എന്താണ് വസ്ത്രം ധരിച്ചൊരുങ്ങുക എന്ന് പറഞ്ഞാൽ? നമ്മൾ പിന്നീട് അതിനെ കുറിച്ചൊക്കെ പറയാം. അത് പരിശുദ്ധ മാമോദീസയുടെ വസ്ത്രത്തെക്കുറിച്ചാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച് മഹത്വത്തിൽ, സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ അവർ അനുഗ്രഹീതർ എന്ന് നമ്മൾ വായിക്കും. വീണ്ടും 19:9 ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടിരിക്കുന്നത്? പരിശുദ്ധ മാമോദീസയിലാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. വീണ്ടും 20:6 ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതർ, ഭാഗ്യവാന്മാർ. വീണ്ടും 22:7 ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. നോക്കുക, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. ഇനി അവസാനത്തെ അനുഗ്രഹം 22:14 ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ.
തങ്ങളുടെ അങ്കി കഴുകി ശുദ്ധിയാക്കുന്നവർ. അത് നമ്മൾ ഈ ഭാഗം വിശദീകരിക്കും. പരിശുദ്ധ മാമോദീസയാൽ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ജീവന്റെ വൃക്ഷത്തിലേക്ക് തങ്ങളെ തന്നെ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഭാഗ്യവാൻ. സഭാംഗങ്ങളെ കുറിച്ച് തന്നെ പറയുന്നത്. തിരുസഭയ്ക്ക് ലഭിക്കുന്ന ഈ വെളിപാട് മിശിഹ ആകുന്ന ഈശോ നൽകുന്ന വെളിപാട് സ്വീകരിക്കുകയും അത് അനുവർത്തിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന 7 അനുഗ്രഹങ്ങളാണ് ഈ വെളിപാട് പുസ്തകത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ഈ അനുഗ്രഹങ്ങൾ ആവർത്തിച്ച് പറയും. അങ്ങനെ ഈ 7 അനുഗ്രഹങ്ങൾ, സപ്താനുഗ്രഹങ്ങൾ ആണ് നമ്മളിപ്പം പെട്ടെന്ന് കണ്ടുപോയത്. ഇനി അടുത്ത ഭാഗം ഇനിയാണ് ശരിക്കും ഈ വെളിപാട് പുസ്തകം ആരംഭിക്കുന്നത്. അതിന്റെ ആമുഖമാണ്. ആമുഖം യഥാർത്ഥത്തിൽ അഭിവാദനമാണ്. ആമുഖമായിട്ട് നമ്മൾ പറഞ്ഞത് ഇനി ശരിക്കും അഭിവാദനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അഭിവാദനങ്ങൾ എപ്പോഴും ഒരു ഇടയലേഖനത്തിന്റെ സ്വഭാവത്തിലുള്ളതാണ്. ഇടയലേഖനങ്ങൾ നമ്മളാണെങ്കിൽ ഇന്ന് അഭ്യന്തര പിതാക്കന്മാരുടെ ഇടയലേഖനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മിശിഹായിൽ നിങ്ങൾക്ക് സമാധാനം, മിശിഹായിൽ പ്രിയപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞൊരു അഭിവാദനത്തോടു കൂടിയാണ് ഒന്നുകിൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ലേഖനങ്ങൾ നോക്കുക, അവയൊക്കെ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അഭിവാദനങ്ങളോടെയാണ്. പ്രത്യേകിച്ച് പൗലോസ്ലീഹയുടെ കത്തുകളൊക്കെ അവസാനിക്കുന്നതൊക്കെ ഇന്നയാൾക്ക് അഭിവാദനം പറയുക, ഇന്നയാൾക്ക് അഭിവാദനം പറയുക, അവരെന്നെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിവാദനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നതോ പലപ്പോഴും അവസാനിക്കുന്നതും. അതുപോലത്തെ ഒരു അഭിവാദനമാണ് ഇതിനകത്തുള്ളത് എന്ന് പറയുന്നത് തന്നെ അർത്ഥമാക്കുന്നത് എന്നറിയാമോ? ഈ വെളിപാട് പുസ്തകം ഈ സഭാ സമൂഹങ്ങൾക്കകത്ത് വായിക്കാൻ വേണ്ടി എഴുതിയതാണ് എന്നാണ്. ഒളിച്ചു വെക്കാനായിട്ട് പിന്നീടൊരു കാലത്ത് അത്ഭുതകരമായി തുറന്ന് അത് അങ്ങനെയൊന്നുമല്ല. ആ കാലഘട്ടത്തിലെ സഭകളിൽ ഇടലേഖനം പോലെ വായിക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രത്യേകിച്ച് ഈ 7 സഭകളോട് പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അത് വിശുദ്ധ യോഹന്നാന്റെ അധികാര സീമയുടെ കീഴിലുണ്ടായിരുന്ന സഭകൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചില സഭകളൊക്കെ പൗലോസ്ലീഹായാൽ തന്നെ സ്ഥാപിക്കപ്പെട്ടതൊക്കെയാണ്. പക്ഷെ ഈ അധികാര സീമയിൽ ഉണ്ടായിരുന്ന സഭകൾ, പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ അടുത്തടുത്തുണ്ടായിരുന്ന സഭകളിൽ ചിലതിനെ പെറുക്കിയെടുത്തിട്ടൊക്കെയാണ് ഈ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ അഭിവാദനം നമുക്ക് ആദ്യം കേൾക്കാം. യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നല്ല പറയുന്നത്, പകരം 3 ഇടങ്ങളിൽ നിന്നും 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 എന്ന് പറഞ്ഞുകൊണ്ട് സഭകളെ കുറിച്ചും കൂടെ പരാമർശിച്ചുകൊണ്ട് ഈ ദൈവത്തിന്റെ പരമാധികാരത്തെയും സ്വഭാവത്തെയും എറ്റേണിറ്റിയെയും പരാമർശിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്ന് പറയുന്നത്. ഈ കൃപയും സമാധാനവും എന്ന് ആശംസിക്കുന്ന അനുഗ്രഹവാചകം ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള വിശുദ്ധഗ്രന്ഥ അധിഷ്ഠിതമായ പുരാതന കാലം മുതലുള്ള അനുഗ്രഹ വാചകമാണ്. ഫോർമുല എന്ന് പറയാം, ബ്ലെസ്സിംഗ് ഫോർമുല എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഫോർമുലയാണ്. അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ശരിക്കും കോണ്ടെക്സ്റ്റ് കൃത്യമായും ലിറ്റർജിക്കലാണെന്നും സഭാഗാത്രം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ വിശുദ്ധ ലിഖിതങ്ങൾ വായിച്ചതിന് ശേഷം വായിക്കപ്പെടാനുള്ളതാണ് എന്നും അതിനർത്ഥമുണ്ട്. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ, ഓദർ ആരാണ് എന്ന് നേരത്തെ പറഞ്ഞു. യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക്, ഏഷ്യ മൈനർ ആണ് ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ 7 സഭകൾക്ക് എഴുതുകയാണ്. 7 സഭകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി സഭകൾ ഉണ്ടായിരുന്നു, ഏഴെണ്ണമല്ല, ധാരാളം സഭകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് 7 സഭകൾ? പ്രബലമായ 7 സഭകൾ എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സഭാഗാത്രത്തെ മുഴുവൻ എന്നാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥമാക്കുന്നത്? 7 എന്ന പൂർണ്ണസംഖ്യയാണ് അതിന്റെ കാരണം. 7 സഭകളെ പെറുക്കിയെടുത്ത് സംസാരിച്ചാൽ അത് പൂർണ്ണമാകുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ സഭകൾക്കും, ലോകം മുഴുവനുള്ള സഭകൾക്കും, അന്നുണ്ടായിരുന്നതും പിന്നീട് വളർന്നതുമായ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള അതേ കത്തോലിക്ക സഭയ്ക്കകത്തുള്ള വ്യക്തി സഭകളെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 7 സഭകൾക്ക് എന്ന് പറയുന്നത്. 7 സഭകൾക്ക് എന്താണ് എഴുതുന്നത്? അഭിവാദനം എന്താണ്? ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും. ആദ്യത്തെ പരാമർശം അതാണ്. ഈ ആയിരുന്നവനും എന്ന് പറയാൻ കാരണം അത് ദൈവത്തിന്റെ എറ്റേണിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ഇനി മിശിഹായെ സംബന്ധിച്ചത് കുറച്ചുകൂടെ ഞാൻ ആകുന്നു എന്നാണല്ലോ പഴയ നിയമത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. തന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആകുന്നവനാണ് എന്ന് വെച്ചാൽ ഐ എം ഓൾവേസ് ദെയർ, ഞാൻ എപ്പോഴും നിലനിൽക്കുന്നവനാണ്, ഞാൻ പരിപൂർണമായ ഉണ്മയാണ് എന്നുള്ള അർത്ഥങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇവിടെ ഈശോയെ കുറിച്ച് പറയാണ് ആയിരുന്നവനും എന്ന് വെച്ചാൽ നിത്യനായ ദൈവം എന്ന് തന്നെയാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. നിത്യനായ ദൈവം. ഈ നിത്യനായ ദൈവം
മൂന്നാമത്തെ വാക്ക് എന്താണ്? ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും, അവന്റെ സിംഹാസനത്തിന് മുൻപിലെ സപ്താത്മാക്കളിൽ നിന്നും, വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ ഈശോ മിശിഹായിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഇവിടെ നമ്മൾ കാണും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും. എന്താ അതിന്റെ അർത്ഥം? വിശ്വസ്ത സാക്ഷി എന്ന് പറഞ്ഞാൽ പിതാവിനോട് വിശ്വസ്തനായിരുന്ന സാക്ഷി. അതായത് പിതാവിനെ പൂർണ്ണമായും കണ്ട, ദൈവത്തെ പൂർണ്ണമായും അറിയുന്ന, അത് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നവൻ പുത്രനായ ദൈവം തമ്പുരാൻ. അതുകൊണ്ടാണ് അവിടുത്തെ സാക്ഷി എന്ന് വിളിക്കുന്നത്. ഈശോ മിശിഹായെ വെളിപാട് പുസ്തകം വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിളിക്കലാണ് സാക്ഷി എന്നത്. ഇനി 3 ഇടങ്ങളിൽ നിന്ന് എന്ന് പറയുകയാണ്. വരാനിരിക്കുന്നവനും ആയവനിൽ നിന്നും, ഇനി ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും. ഇന്നലെയും ഇന്നും എന്നും മിശിഹ ഒരാൾ തന്നെയാണ് എന്നൊക്കെ പറയുന്നതിന് സമാനമായിട്ടാണ്. അത് ദൈവത്തിന്റെ എറ്റേണിറ്റിയെ കുറിച്ചാണ്. പാസ്റ്റും ഫ്യൂച്ചറും പ്രസന്റും ഒരുമിച്ചായിരിക്കുന്ന ദൈവത്തിന്റെ എറ്റേണിറ്റിയെ കുറിച്ചാണ്. ഇനി മിശിഹായിലേക്ക് വരുമ്പോൾ അതിന് കുറച്ചുകൂടെ അർത്ഥ വൈപുല്യമുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ദൈവത്തോടു കൂടെ ആയിരുന്നവനും ഭൂമിയിൽ ഇപ്പോൾ നമ്മോട് കൂടി ആയിരിക്കുന്നവനും എന്നാൽ ഉത്ഥാനശേഷം യുഗാന്ത്യത്തിൽ വീണ്ടും വരാനിരിക്കുന്നവനും എന്ന പരാമർശം കൂടെ ഈ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്ന പരാമർശത്തോടെ ഇനി 3 തവണ ഈ നിന്നും എന്ന് പറയുകയാണ്. എങ്ങനെ? അത് ബോധപൂർവം രേഖപ്പെടുന്നതാണ്. ഇത് നിന്നും ആയിരിക്കുന്നവരിൽ നിന്നും, സപ്താത്മാക്കളിൽ നിന്നും, വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിൽ രാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം. ഇങ്ങനെ 3 തവണ നിന്നും എന്ന് ആവർത്തിക്കുന്നതിന്റെ പശ്ചാത്തലം അത് ത്രിത്വത്തിന്റെ അഭിവാദനമാണ് എന്ന് സൂചിപ്പിക്കാനാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ പൊതുവിൽ മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ടാണ് 3 തവണ അങ്ങനെ പൂർണ്ണതയെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ത്രിത്വത്തിൽ നിന്നുള്ള ആശീർവാദം എന്ന അർത്ഥം നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ 3 തവണ നിന്നും ഈ 3 ഇടങ്ങളിൽ നിന്നും എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? കൃപയും സമാധാനവുമാണ്. കൃപയും സമാധാനവും ആശംസിക്കപ്പെടുന്നത് കൃപയും സമാധാനവുമാണ്. കൃപയുടെ ഫലമാണ് സമാധാനം എന്നൊരർത്ഥം കൂടി അതിനകത്തുണ്ട്. എന്താണ് അതിന്റെ ശരിയായ അർത്ഥം? ദൈവകൃപയുടെ ഫലമാണ് സമാധാനം. ഈ ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപ എന്താണ്? കൃപ എന്ന് പറഞ്ഞാൽ, കൃപ അർഹിക്കാതെ നൽകപ്പെടുന്ന ദാനമാണ്. കൃപ അർഹിക്കാത്തവന് നൽകപ്പെടുന്ന ദാനമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലെയിം അല്ല, നമ്മുടെ അവകാശമല്ല. കർത്താവ് നമുക്ക് തരുന്ന രക്ഷ അത് അവിടുത്തെ ദാനമാണ്, നമ്മൾ അവകാശപ്പെട്ടതല്ല. അപ്പൊ നമുക്ക് ദാനമായി തന്ന രക്ഷ, അതിനനുസരിച്ച് ആ രക്ഷ മിശിഹായിലൂടെ നൽകപ്പെട്ട, മിശിഹായുടെ പീഡാസഹനത്തിലൂടെ അവിടുന്ന് നൽകിയ രക്ഷ, അത് അവിടുത്തെ കൃപയാണ്. ഇനി ഈ കൃപയുടെ ഫലമാണ് സമാധാനം. അതുകൊണ്ടാണ് ഉദ്ധിതനായ മിശിഹ ഈ രക്ഷ നൽകപ്പെട്ടതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചത്. ഈ സമാധാന സത്യത്തിൽ ആരാണ്, എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനസ്സിന്റെ ഒരു സമാധാനം അല്ല, അത് സമാധാനം യഥാർത്ഥത്തിൽ മിശിഹ തന്നെയാണ്. ഈശോ മിശിഹ തന്നെയാണ് ഈ സമാധാനം. അതുകൊണ്ടാണ് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് കൂടെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് കൃപയും സമാധാനവും എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥത്തിൽ പറയാവുന്നത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ വലിയ ദാനവും അഥവാ രക്ഷയും അതിന്റെ ഫലമായ നിത്യജീവനാകുന്ന സമാധാനവും, മിശിഹ തന്നെയാകുന്ന, മിശിഹായിൽ സംഭവിക്കുന്ന നിത്യജീവന്റെ സമാധാനവും നിങ്ങളോട് കൂടെ എന്നാണ് ഈ ആദ്യത്തെ അഭിവാദനത്തിന്റെ അർത്ഥം. ഇനി ഇതിനകത്തൊരു വാക്കോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുണ്ട്. അതിതാണ് മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ ഈശോ. ഈശോയെ വിളിക്കുന്ന വാക്ക് 2 എണ്ണമാണ്. ഒന്ന് മൃതരിൽ നിന്നുള്ള ആദിജാതൻ എന്ന് വെച്ചാൽ ആദ്യം മരിച്ചയാൾ എന്നോ ആദ്യം ഉയർത്തയാൾ ആദ്യം മരിച്ചയാൾ എന്നുള്ള സിമ്പിൾ അർത്ഥത്തിലല്ല, പകരം ആദ്യത്തെ രക്ഷയുടെ അടയാളം എന്നാണ്. ആദത്തിൽ നിന്ന് അധപതിപ്പിക്കപ്പെട്ട മനുഷ്യവംശത്തിൽ നിന്ന് ആദ്യം ഉത്ഥാനം ചെയ്ത വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് മൃതരിൽ നിന്നുള്ള ആദ്യജാതൻ എന്ന് വിളിക്കുന്നത്. ആദ്യം സ്വർഗത്തിലേക്ക് ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ആദ്യജാതൻ. രണ്ടാമത്തത് ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപൻ, മിശിഹായുടെ പരമാധികാരത്തെ കുറിച്ചാണ്. ഞാൻ ലോകത്തെ വിജയിച്ചിരിക്കുന്നു എന്ന് ആണല്ലോ ഈശോ മത്തായി സുവിശേഷത്തിന്റെ അവസാനത്തിൽ തന്നെ കുറിച്ച് തന്നെ പറയുന്നത്. ഞാൻ ലോകത്തെ വിജയിച്ചിരിക്കുന്നു. തിന്മയെ തോൽപ്പിച്ചിരിക്കുന്നു, മരണത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ രാജാക്കന്മാരുടെ രാജാവായിരിക്കുന്ന തിന്മയുടെ മേൽ അധികാരമുള്ള ഈശോ മിശിഹായിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നാണ്. എന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താണ്? ഈശോ നേടിയ രക്ഷയിൽ നിന്നാണ് നിനക്ക് രക്ഷ, അവിടുത്തെ സമാധാനത്തിൽ നിന്നാണ് നിനക്ക് ഈ സമാധാനം, അല്ലാണ്ട് ഞങ്ങളുടേതല്ല. നിനക്ക് മനസ്സമാധാനം ഉണ്ടാകട്ടെ എന്നുമല്ല അതിന്റെ അർത്ഥം എന്നാണ് സൂചിപ്പിക്കുന്നത്.
ഇനി ഇത് ഈ സമാധാന ആശംസയുടെ പ്രത്യേകത എന്താണ്? അതൊരു ലിറ്റർജിക്കൽ ബ്ലെസ്സിങ് ആണ്. അതൊരു ലിറ്റർജിക്കൽ സ്വഭാവമുള്ള ബ്ലെസ്സിങ് ആണ് എന്നതാണ്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: നമ്മെ സ്നേഹിക്കുന്നവനും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് തന്റെ ദൈവവും പിതാവുമായവന്റെ രാജ്യവും പുരോഹിതരുമാക്കിയവന് മഹത്വവും ശക്തിയും എന്നും എന്നേക്കും ആമേൻ. ഇങ്ങനെയാണ് ഈ അഭിവാദനം, ബ്ലെസ്സിങ്. എന്നിട്ട് അതിന്റെ തുടർച്ച എങ്ങനെയാണ്? നമ്മെ സ്നേഹിക്കുന്നവനും. ദൈവത്തെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഈശോയെക്കുറിച്ച്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതെ, കുരിശുമരണം വരെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കും. തന്റെ ഏകജാതനം നൽകാൻ തക്ക വിധം ദൈവം നമ്മെ സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാന്റെ തന്നെയാണെന്ന് സൂചിപ്പിക്കുന്ന വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള വേർഡിങ്സ് ആണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അവിടുത്തെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിനകത്താണെങ്കിലും ലേഖനത്തിനകത്താണെങ്കിലും അതിനെയൊക്കെ ഒരു സ്നേഹത്തിന്റെ സുവിശേഷം എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെളിപാട് പുസ്തകത്തിനകത്ത് നിറയെ ഈ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും. അപ്പൊ മിശിഹായെ അവതരിപ്പിക്കുന്നത് രക്ഷ നേടിത്തന്ന ഒരു മീഡിയേറ്റർ എന്നും മധ്യസ്ഥൻ എന്നുള്ളതിന്റെ അപ്പുറത്ത് സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്നേഹിക്കുന്നവൻ, ദൈവം സ്നേഹമാകുന്നു എന്ന് പഠിപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാനാണല്ലോ, വഴിയാണല്ലോ. അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നവനും. ഇനി ആ സ്നേഹം എങ്ങനെയാണ്? സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചവൻ. സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. അവിടുത്തേക്ക് അത് ആവശ്യമില്ലാതിരുന്നിട്ടും നമ്മളെ കൊണ്ട് അതിന് കഴിയാതിരിക്കുന്നത് കൊണ്ടും അവിടുത്തെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ നമ്മെ മോചിപ്പിച്ച്. ഇനി രക്തത്താൽ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം ഈ പഴയ നിയമത്തിലെ മോചനത്തിന്റെ ബലികളുമായി ബന്ധപ്പെട്ടതാണ്. ഈ പ്രധാന പുരോഹിതൻ എങ്ങനെയാണ് കുഞ്ഞാടിന്റെ രക്തം ചിന്തിക്കൊണ്ടാണ് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് സ്വന്തം രക്തത്താൽ. ഇവിടെ ദൈവത്തിന്റെ രക്തത്താലാണ്, തന്നെ ബലി കഴിച്ചുകൊണ്ടാണ്. ഒരേ സമയം ബലിവസ്തുവും ബലിയർപ്പകനുമായ മിശിഹായുടെ പൗരോഹിത്യ ബലിയർപ്പണമാണ് ഇവിടെ സംസാര വിഷയം. രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച, അതായത് തന്റെ ആത്മബലിയാൽ നമ്മെ മോചിപ്പിച്ച ആ പുരോഹിതൻ, മോചിപ്പിച്ച് തന്റെ ദൈവവും പിതാവുമായവന്റെ രാജ്യവും, ഒന്നാമത് മിശിഹായുടെ ദൈവവും അവിടുത്തെ പിതാവുമായവന്റെ രാജ്യവും പുരോഹിതരുമാക്കിയവന്, ആ രാജ്യത്തിന്റെ അവകാശികളാക്കി നമ്മെ അവിടുത്തെ പുരോഹിതരാക്കി. എന്ന് വെച്ചാൽ നിത്യപുരോഹിതനായ മിശിഹ തന്റെ പൗരോഹിത്യത്താൽ വീണ്ടെടുത്ത നമുക്ക് നൽകിയത് രക്ഷ മാത്രമല്ല, തന്റെ പൗരോഹിത്യം കൂടിയാണ്. ഈ പൗരോഹിത്യം രണ്ട് വിധത്തിലാണ് അത് നൽകപ്പെടുന്നത് നമുക്കറിയാം. ഒരേ പൗരോഹിത്യത്തിന് രണ്ട് തരത്തിലുള്ള പങ്കുചേരലുകളാണ് നമ്മൾ ആദ്യത്തെ ലുമിനൻസ്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കണം. അത് രണ്ടു തരം പൗരോഹിത്യ പങ്കുചേരലാണ്. ഒന്ന് രാജകീയ പൗരോഹിത്യത്തിൽ, രണ്ടാമത് ശുശ്രൂഷ പൗരോഹിത്യത്തിൽ. ഇത് രണ്ടും കൂടെ കൂടിയാലും ഒരു പുരോഹിത ജനമാണ് നമ്മൾ എന്നാണ് അതിന്റെ ഉള്ളർത്ഥം. ദൈവജനം മുഴുവനും, പരിശുദ്ധ മാമോസ സ്വീകരിച്ചവർ മുഴുവനും പുരോഹിത ജനമാണ്, പുരോഹിത ഗണമാണ്, പുരോഹിത വംശമാണ്. ഇനി ആ പൗരോഹിത്യത്തിന്റെ പ്രത്യേകതകൾ വ്യത്യസ്തമാണ്. ഒന്ന് രാജകീയ പൗരോഹിത്യമാണ്. അത് പൊതുപൗരോഹിത്യം എന്ന് വിളിക്കപ്പെടും. അത് മാമോദിസ പൗരോഹിത്യമാണ്. മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന എല്ലാവർക്കും ആ പൗരോഹിത്യമുണ്ട്. അത് ജനത്തിനാണ് രാജകീയ പൗരോഹിത്യം, വൈദികർക്കാണ് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പലരും വിചാരിക്കാറുണ്ട്. അങ്ങനെയല്ല, ജനത്തിനുള്ള അതേ രാജകീയ പൗരോഹിത്യം വൈദികർക്കും ഉണ്ട്. ഇനി അതിന്റെ മുകളിലാണ് അവർക്ക് ശുശ്രൂഷ പൗരോഹിത്യം കൂടെയുള്ളത്. ദൈവജനത്തെ പഠിപ്പിക്കാനും അവരെ തെറ്റുകൾ തിരുത്താനും കറക്റ്റ് ചെയ്യാനും ദൈവീയ രഹസ്യങ്ങൾ അറിയിക്കാനും ഒക്കെയുള്ള ദൗത്യമാണ് പഠിപ്പിക്കൽ. രണ്ടാമത്തേത് വിശുദ്ധീകരിക്കൽ, അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കൽ, അവരെ തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന്, അവരുടെ പ്രവണതകളിൽ നിന്നൊക്കെ വിമോചിപ്പിക്കൽ, ശുദ്ധീകരിക്കൽ. അതിന്റെ ദൗത്യം പുരോഹിതനുണ്ട്. മൂന്നാമത്തേത് നയിക്കൽ, ഭരണദൗത്യം, സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള ദൗത്യം. ഈ മൂന്ന് ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷാ പൗരോഹിത്യമാണ് വൈദികർ സ്വീകരിക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ കൂടി ചേർന്നാലും ജനം പുരോഹിത ഗണമാണ്. അപ്പം നാം എങ്ങനെയാണ് പുരോഹിത ഗണമായിരിക്കുന്നത്? അവിടുത്തെ ബലിയാലാണ്. അവിടുന്ന് അർപ്പിച്ച ബലിയാലും അവിടുത്തെ പൗരോഹിത്യത്തിലാണ്. നമ്മൾ ഓർക്കണം, വെളിപാട് പുസ്തകം ആരംഭിക്കുന്നത് മിശിഹായാകുന്ന ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മിശിഹായാകുന്ന ഈശോ അഥവാ അഭിഷിക്തനാകുന്ന പുരോഹിതനാകുന്ന ഈശോ സ്വന്തം രക്തത്താൽ നമ്മുടെ പാപത്തിൽ തന്റെ രക്തത്താൽ നമ്മുടെ പാപത്തിൽ നമ്മെ മോചിപ്പിച്ച് പിതാവിന്റെ രാജ്യം സ്ഥാപിച്ച് നമ്മെ അവിടുത്തെ പുരോഹിത ജനമാക്കി. അവന് മഹത്വവും ശക്തിയും എന്നും എന്നേക്കും ആമേൻ. നോക്കുക, എന്നും എന്നേക്കും ആമേൻ. ഇത് ഈ ബ്ലെസ്സിങ്ങിന്റെ ഒരു ഫോർമുലയാണ്. അപ്പൊ ആദിമ സഭയിൽ വളരെ സുശക്തമായി വളർന്നിരുന്ന ആരാധനാ ശൈലിയുടെ സ്വഭാവങ്ങൾ, അതിന്റെ ഷാഡോസ് നമ്മൾ ഈ ബ്ലെസ്സിങ്ങിനകത്ത് തന്നെ കാണും.
അവിടുത്തെ പൗരോഹിത്യത്തിന്റെ ആശീർവാദത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിരുന്നിരിക്കണം നേരിട്ട് ഈ വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഇത് രേഖപ്പെടുത്തപ്പെടുന്നത് ഈ ഞായറാഴ്ച ദിവസമാണ് എന്ന് നമ്മൾ തൊട്ടടുത്ത് തന്നെ കാണും. ഇനി അടുത്തത് ഇനി അതുകൊണ്ടാണ് എന്നും എന്നേക്കും ആമേൻ എന്ന് രേഖപ്പെടുന്നത്. ഇനി വീണ്ടും അത് ഒറ്റ വാചകത്തിലല്ല, 2-3 ഘട്ടങ്ങളായിട്ടാണ് ഈ ബ്ലെസ്സിങ്. ഇതാ അവൻ മേഘങ്ങളോടുകൂടെ വരുന്നു, ഓരോ മിഴിയും അവനെ കാണും, അവനെ കുത്തി മുറിവേൽപ്പിച്ചവർ പോലും ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും അവനെ പ്രതി വിലപിക്കും. അതെ ആമേൻ, അതെ ആമേൻ. അതെ എന്നും ആമേൻ എന്നും രണ്ടും ഒരേ അർത്ഥമാണ്. അതേ എന്ന് തന്നെയാണ് ആമേൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആമേൻ ആമേൻ എന്നും വേണമെങ്കിൽ അതിനെ പരിഭാഷ ചെയ്യാം. അതെ ആമേൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യത്തെ സമൂഹം ആവർത്തിച്ചുറപ്പിക്കുന്നതാണ്. അത് തന്നെ ഞങ്ങൾ അങ്ങ് തന്നെ വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റുപറയുന്നു എന്ന് സമൂഹം അതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്ന അതിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഡിക്ലറേഷനാണ് ഈ ആമേൻ എന്ന പദം. അപ്പൊ അതാണ് ആവർത്തിച്ച് പറയുന്നത്. 2-3 തവണ അത് ആവർത്തിക്കുന്നു. സ്വാഭാവികമായത് ലിറ്റർജിക്കലാണ് ഈ ആമേൻ എന്നുള്ള പറച്ചിൽ. അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തിൽ ഒരു 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 ആരാധനാക്രമപരമായ ഒരു വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയുടെ ഒരു ആരാധനാത്മകമായ വെളിപാടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെളിപാട് പുസ്തകത്തിനകത്തുള്ളത്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇത് വെളിപാട് പുസ്തകം കുറച്ച് മാന്ത്രികതയൊന്നുമല്ല, സഭാജീവിതത്തിന്റെ, ആരാധനാ ജീവിതത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, അതിന്റെ ശുശ്രൂഷകളുടെ ഒപ്പം ഇവിടെയൊക്കെ ഒരു വിവരണമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വെളിപാടാണ് ഈ വെളിപാട് ഗ്രന്ഥം. ഇനി അതിന്റെ പശ്ചാത്തലത്തിനകത്ത് ഉള്ളതെന്താണ്? ആ ജനത്തിന്റെ അന്നത്തെ ആദിമസഭയുടെ ആരംഭം, അവരുടെ പീഡനങ്ങൾ തുടങ്ങിയ പശ്ചാത്തലങ്ങളൊക്കെ അതിനകത്തുണ്ട് തന്നെ. അപ്പൊ സ്വാഭാവികമായി ഇതൊരു ആരാധനാക്രമ ഛായയുള്ള, ഷാഡോയുള്ള ഒരു ഗ്രന്ഥമാണ് ഇത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കണം. തിരുസഭയിലാണ് ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ ആരാധനാക്രമം, എവിടെയാണ് ഈ പറയുന്ന പൗരോഹിത്യം, ശുശ്രൂഷ പൗരോഹിത്യം? ഇതൊന്നും ഇല്ലാത്തൊരു വിഭാഗത്തിൽ, ഒരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിനകത്തോ ഒന്നും ഈ പറയുന്ന വെളിപാട് പുസ്തകത്തിന് അതിന്റെ ശരിയായ അർത്ഥം ഉണ്ടാവില്ല. അഥവാ അത് രേഖപ്പെടുത്തിയ അത് പറയാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം ഉണ്ടാവില്ല. പകരം ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് കണ്ടുപിടിച്ച കുറച്ച് അർത്ഥങ്ങൾ മാത്രമേ അതിന് പിന്നെ ബാക്കി ഉണ്ടാവത്തുള്ളൂ. ഇനി അടുത്തത് ഇങ്ങനെയാണ്: ഞാൻ ആൽഫയും ഒമേഗയുമായിരുന്നു ആകുന്നു, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു. ഇങ്ങനെയാണ്. ഇനി അടുത്തതെന്താണ്? ദൈവം അരുൾ ചെയ്യുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. എങ്ങനെയുള്ള ദൈവം? ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് അവിടുന്ന് അരുൾ ചെയ്യുന്നു. എന്താണ് ഈ ആൽഫയും ഒമേഗയും? ഇത് രണ്ടും ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. ആൽഫ എന്നത് ആദ്യത്തെ അക്ഷരം, നമ്മൾ എ ആൻഡ് ഇസഡ് എന്ന് പറയത്തില്ലേ, ഞാൻ ആദ്യവും അന്ത്യവുമാണ് എന്നാണ് ആൽഫ ഒമേഗ അക്ഷരങ്ങൾ. ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യ അക്ഷരവും അവസാന അക്ഷരവുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആ അക്ഷരങ്ങൾക്ക് അങ്ങനത്തെ ചില അർത്ഥതലങ്ങളും കൂടെയുണ്ട്. ആരംഭം, അവസാനം എന്ന്. ഇപ്പൊ നമ്മളാണ് പോലെ A to Z എന്നൊക്കെ പറയില്ലേ, ആദ്യം മുതൽ അവസാനം വരെ എന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെയാണ് ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ഞാൻ A to Z ആകുന്നു എന്ന് പറഞ്ഞാൽ ആരംഭവും അവസാനവും ഞാനാണ് എന്നാണ്. എന്നിൽ നിന്നാണ് ആരംഭം, ഞാൻ തന്നെയാണ് ആരംഭം, ഞാൻ തന്നെയാണ് അതിന്റെ അവസാനവും. അതുകൊണ്ടാണ് ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ഇനി എങ്ങനെയാണത്? ഞാൻ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമാകുന്നു, സർവശക്തനുമായ കർത്താവായ ദൈവമാകുന്നു. അങ്ങനെയുള്ള ദൈവം അരുൾ ചെയ്യുന്നു എന്നാണ് വെളിപാട് പുസ്തകം ആരംഭിക്കുന്നത്. ഇനി 9-ാം തിരുവചനം: നിങ്ങളുടെ സഹോദരൻ. ഇനി ഇതിനകത്ത് കോൺക്രീറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് വരുവാണ്. എന്താണ് ഇനിയകത്ത് എഴുതാൻ പോകുന്നത്? ആരാണ് ഇത് എഴുതിയത്? എവിടെ വെച്ചാണ് എഴുതിയത്? തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അടുത്തത് സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു ആമുഖം, പിന്നെ ഒരു ആശീർവാദം, പിന്നീട് പറഞ്ഞു തുടങ്ങുകയാണ്. നിങ്ങളുടെ സഹോദരനും ക്ലേശങ്ങളിലും രാജ്യത്തിലും സഹനശക്തിയിലും യേശുക്രിസ്തുവിൽ നിങ്ങളോട് പങ്കുചേർന്നവനുമായ യോഹന്നാൻ എന്ന ഞാൻ. എഴുതുന്നത് ആരാണ് എന്നാണ് ആദ്യം പറയുന്നത്. ആദ്യം തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. എങ്ങനെയാണ് സഹോദരനായിരിക്കുന്നത്? മിശിഹായിലാണ് നിങ്ങളുടെ സഹോദരനായിരിക്കുന്നത്. കാരണം അദൽഫോസ് എന്ന ഗ്രീക്ക് പദമാണ് സഹോദരൻ. ഞാൻ നിങ്ങളുടെ സഹോദരനാണ് എന്ന് പറയാൻ കാരണം മിശിഹ രക്ഷ നൽകിയതോടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെല്ലാവരും വിമോചിക്കപ്പെടുകയും നമ്മൾ മിശിഹായുടെ സഹോദരാവുകയും ചെയ്തു. അങ്ങനെ കർത്താവ് പറഞ്ഞു, ഞാൻ ഇനിമേൽ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കും. അവിടുന്ന് സ്നേഹിതന്മാരുടെ അപ്പുറത്ത് നമ്മുടെ സഹോദരങ്ങളായിട്ട് കണക്കാക്കി, സഹോദരങ്ങളായി കണക്കാക്കി. ഇനി അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ നൽകിക്കൊണ്ടാണ്. ഈ പുത്രസ്വീകാര്യത്തിന്റെ അതേ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ അവിടുന്ന് അവനോട് ഒപ്പമാക്കി. അങ്ങനെ ഒപ്പമാക്കിയതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, മിശിഹായിൽ ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. 2, ക്ലേശത്തിലും രാജ്യത്തിലും സഹനശക്തിയിലും ഈശോ മിശിഹായിൽ നിങ്ങളോട് ഞാൻ പങ്കുചേർന്നു. ഒന്നാമത് ക്ലേശത്തിൽ, പീഡകളിലെല്ലാം ഈ യോഹന്നാൻ പറയുകയാണ്,
നിങ്ങൾ മാത്രമല്ല പീഡ സഹിച്ചിട്ടുള്ളത്, ഞാനും അതുപോലെ പീഡ സഹിച്ചിട്ടുണ്ട്. ഞാനും എന്നോടൊപ്പമുള്ള ബാക്കി 11 അപ്പസ്തോലന്മാരും സ്ലീഹന്മാരും ഇതുപോലെ പീഡ സഹിച്ചിട്ടുണ്ട്, കൊടിയ പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. 2, രാജ്യത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. മിശിഹായുടെ രാജ്യത്തിൽ പങ്കുചേരുന്നു എന്നർത്ഥമുണ്ട്. അപൂർവ അവസരങ്ങളിലൊക്കെ ഈ രാജ്യം എന്നത് അവര് ജീവിക്കുന്ന ആ സാമ്രാജ്യത്തിന്റെ പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് കൂടിയാണ്. ഈ രണ്ടിലും പങ്കുചേർന്നിട്ടുണ്ട്. സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ, സ്വർഗരാജ്യത്തിൽ അവകാശിയായി പങ്കുചേർന്നിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ പീഡകൾക്കകത്തും പങ്കുചേർന്നിട്ടുണ്ട്. ഇനി പങ്കുചേർന്നവനുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനത്തെയും ഈശോയുടെ സാക്ഷ്യത്തെയും പ്രതി, അടുത്ത കാര്യം എന്താണ്, അങ്ങനെയുള്ള ഞാൻ, അങ്ങനെ പങ്കുചേർന്ന നിങ്ങളോടൊപ്പമായിരിക്കുന്ന ഞാൻ ദൈവവചനത്തെയും ഈശോയുടെ സാക്ഷ്യത്തെയും പ്രതി, ദൈവവചനത്തെയും ഈശോയുടെ സാക്ഷ്യത്തെയും, വചനം വേർഡ് ഓഫ് ഗാഡ്, 2 സാക്ഷ്യം. സാക്ഷ്യം എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രവൃത്തികളാണ് സാക്ഷ്യം. എന്റെ പ്രവൃത്തികൾ തന്നെ എനിക്ക് സാക്ഷ്യം നൽകുന്നു, പിതാവ് തന്നെ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നൊക്കെ നമ്മൾ ഈ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത്. സാക്ഷ്യം, വിറ്റ്നസ്. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. എന്തൊക്കെയാണ് ഇത് രണ്ടും? ഒന്നാമത്തേത് അവിടുത്തെ വചനവും അവിടുത്തെ സാക്ഷ്യം. വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വേർഡ്സ് ആൻഡ് ഡീഡ്സ്. സത്യത്തിൽ ഈശോ നമുക്ക് ആരാണ്, നമുക്ക് എങ്ങനെയാണ് സംലഭ്യമായിരിക്കുന്നത്, ഈശോയെ എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ അവിടുത്തെ വാക്കുകളിലും പ്രവൃത്തികളിലുമാണ് നമ്മൾ ഈശോയെ അറിയുന്നത്. ഇൻ ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ഈശോയെ നമ്മൾ അറിയുന്നത് അവിടുത്തെ വേർഡ്സ് ആൻഡ് ഡീഡ്സിന്റെ അകത്താണ്. എന്ന് വെച്ചാൽ വചനം എന്ന് പറയുന്ന സത്യത്തിൽ എന്താ, അവിടുന്ന് അരുൾ ചെയ്ത കുറച്ച് വാക്കുകൾ മാത്രമല്ല, അവിടുന്ന് തന്നെയാണ് വചനം. അവിടുന്ന് ചെയ്തവയെല്ലാം വചനമാണ്. അതുകൊണ്ട് വചനം പൂർണ്ണമാകുന്നത് അതിന്റെ വാക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലും അവിടുത്തെ പ്രവൃത്തികൾ ജീവിക്കുന്ന നിലനിൽക്കുന്ന തിരുസഭയിലും കൂടെ കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ദൈവവചനത്തെയും ഈശോയുടെ സാക്ഷ്യത്തെയും പ്രതി, ഈ 2 കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ റവലേഷനെ പ്രതി, സുവിശേഷത്തെ പ്രതി, മിശിഹായെ പ്രതി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളുമാകുന്ന മിശിഹായെ പ്രതി പാത്മോസ് എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിലായിരുന്നു. മിശിഹായെ പ്രതി ഞാൻ പാത്മോസ് ദ്വീപിലായിരുന്നു. വചനത്തെ പ്രതി ഞാൻ പ്രഘോഷിക്കുന്ന മിശിഹായുടെ വചനത്തെയും അവിടുത്തെ അസ്തിത്വത്തെയും പ്രതി ഞാൻ പാത്മോസ് ദ്വീപിലായിരുന്നു. അവിടെ പിക്നിക്ക് പോയതോ യാത്ര പോയതോ അല്ല, അവിടെ തടവിലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മിശിഹായെ പ്രതി തടവിലായിരുന്നു. ഈ തടവിൽ കടന്നുകൊണ്ടാണ് യോഹന്നാൻ ഈ വെളിപാട് എഴുതുന്നത്. തടവിലായിരുന്ന സ്ഥലമാണ് അത്. തടവിൽ കിടക്കി അവിടെ പുറത്തിറങ്ങിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. തടവിലായിരുന്ന സ്ഥലമാണ്. ഞാൻ പാത്മോസ് ദ്വീപിലായിരുന്നു. എന്നിട്ട് കർത്തൃദിനത്തിൽ ഞാൻ ആത്മാവിലായിരിക്കെ എന്റെ പിന്നിൽ നിന്ന് കാഹളത്തിൻ്റെതുപോലെയുള്ള വലിയൊരു സ്വരം പറയുന്നത് കേട്ടു. നോക്കുക, കർത്തൃദിനത്തിൽ, സൺഡേ ദ ഡേ ഓഫ് ദ ലോർഡ്, ഞായറാഴ്ച ദിവസം. നമുക്കറിയാം ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ദിനമാണ്, സാഘോഷമായ സാബത്ത് ദിവസമാണ്. അങ്ങനെയുള്ള ദിവസം ഞാൻ ആത്മാവിലായിരിക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥം ധ്യാനത്തിലായിരിക്കെ എന്നാണെങ്കിൽ പോലും അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കെ, പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിലും സംസർഗത്തിലും ആയിരിക്കെ എന്നർത്ഥമാണ് അതിന് ശരിക്കും ഉള്ളത്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, പകരം പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യത്തിലും അഭിഷേകത്തിലും ആവാസത്തിലും സഹവാസത്തിലും ആയിരിക്കുന്ന സമയത്ത്, എന്ന് വെച്ചാൽ എനിക്ക് ചുമ്മാ എന്റെ മനസ്സിലും തോന്നിയ കാര്യങ്ങളല്ല പറയാൻ പോകുന്നത്, പരിശുദ്ധാരൂപി എനിക്ക് വെളിപ്പെടുത്തിയ, ആത്മാവിൽ ഞാൻ ബോധ്യപ്പെട്ട, ദൈവാത്മാവിൽ ദിവ്യ റൂഹായിൽ ഞാൻ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്നാണ്. ആത്മാവിലായിരിക്കെ എന്റെ പിന്നിൽ നിന്ന് കാഹളത്തിൻ്റെതുപോലുള്ള വലിയൊരു സ്വരം പറയുന്നത് ഞാൻ കേട്ടു. എന്റെ പിന്നിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് ദർശനമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്റെ പിന്നിൽ നിന്ന് ഞാൻ നേരിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, എന്റെ പിന്നിൽ നിന്ന് ഞാൻ കേട്ടു. ഇനി അവിടെയൊക്കെ പോലെ എന്ന് നമ്മൾ കേൾക്കും. പോലെ എന്ന് പറയുന്ന ഒരു ഡ്രീം എന്നതുപോലെയാണ് ഇത് അനുഭവപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ പോലെ എന്ന് പറയുന്നത് എപ്പോഴും മറ്റൊന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ലേ. ആപ്പിൾ പോലെ ഇരിക്കുന്ന ഒരു പഴം എന്ന് പറഞ്ഞാൽ ഇത് ആപ്പിൾ അല്ലെന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പം ഈ പോലെ എന്ന് പറയാൻ കാരണം ശരിക്കും അതല്ല, അത് സൂചിപ്പിക്കുന്ന, വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത മറ്റെന്തിനെയോ പറയാൻ ശ്രമിക്കുന്നു എന്നാണ് അതിന്റെ ഉള്ളർത്ഥം. കാഹളത്തിൻ്റെതുപോലുള്ള ഒരു സ്വരം. എന്താണ് ഈ കാഹളത്തിൻ്റെതുപോലുള്ള സ്വരം? അത് ദൈവിക വെളിപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് 2 ടെക്സ്റ്റുകൾ വായിക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വിശുദ്ധ ഗ്രന്ഥ വെളിപാട് വായിക്കുമ്പോൾ എപ്പോഴും പഴനിയുമായിട്ട് നിറച്ച് റെഫർ ചെയ്യണം. ഇവിടെ ഒന്നും ഞാൻ റെഫർ ചെയ്യാൻ പോയില്ല. 100 കണക്കിന് റെഫറൻസാണ്. നമുക്ക് ഒരു വിധത്തിലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തതുപോലത്തെ റെഫറൻസാണ്. ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി 2 വായിക്കാം. ഒന്ന് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാം തിരുവചനം. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി.
പശ്ചാത്തലം എന്നറിയാമോ? മോശ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവജനം കാത്തിരിക്കുന്നു. 3 ദിവസം നിങ്ങൾ ഒരുക്കത്തോടെ ഇരിക്കണം, ദൈവസന്നിധിയിലായിരിക്കണം, സ്ത്രീയെ സ്പർശിക്കരുത് എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഈ കാര്യം നമ്മൾ വായിക്കുന്നത്. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ സാന്നിധ്യമാണ് അറിയിപ്പിക്കുന്നത്. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. സൈന്യങ്ങളുടെ കർത്താവ്, സർവശക്തനായ ദൈവം. നമുക്കറിയാലോ, സീനായി മരുഭൂമിയാണ്, വരണ്ട സ്ഥലം, മേഘത്തിന്റെ പൊടി പോലും ഇല്ലാത്ത ഇടമാണ്. അവിടെ കനത്ത മേഘം മോശയുടെ അടുത്തേക്ക് വന്നങ്ങ് ഇറങ്ങി ആ മലയെ ഇങ്ങനെ ചൂഴ്ന്നു നിന്നത് ദൈവജനം മുഴുവനും, ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഇസ്രായേൽ ജനം മുഴുവൻ ഈ മലയ്ക്ക് ചുറ്റും നിന്ന് കാണുകയാണ്. ആ സമയത്ത് ഭയങ്കരമായ ഇടിമിന്നൽ, കാഹളധ്വനി. വലിയ രാജാക്കന്മാരൊക്കെ വരുമ്പോൾ കാഹളങ്ങൾ മുഴക്കുന്നത് പോലെ ചെകിടടപ്പിക്കുന്ന വിധത്തിൽ കാഹളധ്വനി, ഭയങ്കരമായ കാഹളധ്വനി. ഈ കാഹളധ്വനിയെ കുറിച്ച് തന്നെയാണ് മിശിഹായുടെ 2ാമത്തെ ആഗമനത്തെ കുറിച്ചുള്ള പരാമർശങ്ങളിലൊക്കെ സുവിശേഷത്തിലൊക്കെ സംസാരിക്കുന്നത്. എന്നിട്ട് ബാക്കി വായിക്കാവോ? പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തെ കാണുന്നതിനു വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. ഇതാണ് സംഭവം. നോക്കുക, ദൈവം തന്നെ അവതരിപ്പിക്കുന്നതിന്, തന്നെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന്റെ സൂചനകളാണ് ഇവിടെ. അവിടെ നിന്നൊക്കെയാണ് ഈ പറയുന്ന വെളിപാട് പുസ്തകത്തിനകത്തുള്ള ദർശനങ്ങൾ മുഴുവനും വരുന്ന അവിടെ നിന്നാണ്. ഇനി ഹെബ്രായ ലേഖനം ഒന്ന് വായിക്കാം. ഹെബ്രായ ലേഖനം 12:19, 12:19 ധാരാളം സ്ഥലത്ത് ഈ ദൈവ സാന്നിധ്യത്തിന്റെ ഭാഗമായ കാഹളധ്വനിയെ കുറിച്ച് പരാമർശിക്കും. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വെളിപാട് പുസ്തകത്തിൽ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, വെളിപാട് പുസ്തകം ഇങ്ങനെ പുതിയ കുറെ കാര്യങ്ങൾ എന്നതിനേക്കാൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രതീകാത്മക ശൈലിയുടെ ഒരു കളക്ഷനാണ് ശരിക്കും. കാഹളധ്വനിയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിപ്പിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത്. നോക്കുക, നിങ്ങൾ ഇനി സമീപിക്കാൻ പോകുന്നത് കാഹളധ്വനിയെ അല്ല, അരുതേ എന്ന് പറഞ്ഞത് കേട്ടവന്റെ ശബ്ദത്തെയുമല്ല. എന്ന് പറഞ്ഞാൽ അരുതേ എന്ന് പറഞ്ഞത് 10 കൽപ്പനകളുടെ കാര്യമാണ്, അതായത് 10 കമാൻഡ്മെന്റ്സ്. സംഭവം എന്താണ്? ഈ കൽപ്പനകൾ നൽകിയ മോശയുടെ ദൈവവുമായുള്ള എൻകൗണ്ടർ ആണ് ഇവിടുത്തെ വിഷയം. ദൈവം കാഹളധ്വനിയിൽ കണ്ടുമുട്ടി. അങ്ങനെ, എന്നാൽ ദൃശ്യമല്ല, ദൈവ സാന്നിധ്യം കൽപ്പനകൾ നൽകി. അതുപോലെയല്ല ഇവിടെ, കൃപയാണ് എന്നൊക്കെ പറഞ്ഞ ഒരെയാണ് പൗലോസ്. അപ്പൊ നോക്കിയേ, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കാഹളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം പറയുന്നത് കേട്ടു. അതായത് ദൈവം അരുൾ ചെയ്യുന്നത് കേട്ടു എന്നാണ് അതിന്റെ അർത്ഥം. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസോസ്, സ്മിർണ, പെർഗാമോസ്, തിയത്തീറ, സാർദീസ്, ഫിലദൽഫിയ, ലവോദീക്കിയ എന്നീ 7 സ്ഥലങ്ങളിലെ 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അതായത് ദൈവമാണ് എന്നോട് 7 സഭകൾക്ക് എഴുതിയിട്ട് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടത് എന്ന്. അപ്പം എഴുതിയത് ആരാണ്? യോഹന്നാനാണ്. എവിടെ വെച്ചാണ് എഴുതിയത്? പത്മോസിൽ വെച്ചാണ്. ഏത് സമയത്താണ് എഴുതിയത്? ഈ ഞായറാഴ്ച ദിവസത്തിലാണ്. ഏത് അവസ്ഥയിലാണ് എഴുതിയത്? പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസത്തിന്റെ സമയത്താണ് എഴുതിയത്. ഇനി എങ്ങനെയാണത് കേട്ടത്? കാഹള സ്വരം പോലെ ദൈവത്തിന്റെ സ്വരം നേരിട്ട് ഞാൻ ശ്രവിച്ചു. ഇനി എന്താണ് ആ സ്വരം? ആ സ്വരം, നീ കാണുന്നത്, നിനക്കുണ്ടാകുന്ന ഈ വിഷൻ, അതൊരു ഗ്രന്ഥത്തിൽ എഴുതി ഈ സഭകൾക്ക് അയച്ചു കൊടുക്കുക എന്നാണ്. എന്ന് വെച്ചാൽ സഭകളോട് ദൈവം യോഹന്നാൻ വഴി സംസാരിക്കുക. എന്നിട്ട് എന്നോട് സംസാരിച്ച സ്വരം കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അങ്ങനെ തുടങ്ങിയിട്ട് ഈ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട മിശിഹായെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഇനിയുള്ള പാരാഗ്രാഫ്. നമ്മുടെ സമയം തീർന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് അടുത്ത ദിവസം പറയാം. നമ്മൾ 7 സഭകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയില്ല, അതിന്റെ ആമുഖത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അടുത്ത ദിവസം 12ാമത്തെ വചനം മുതൽ നമ്മൾ ആരംഭിക്കും. ഇങ്ങനെ പറഞ്ഞു പോയാൽ തീരില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കുറച്ച് സമയം നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, ഇതിന്റെ ഓരോ വേർഡ് ടു വേർഡ് കമ്പോസ് ചെയ്തിരിക്കുന്നത് അത് ഭയങ്കരമായി നമ്മളെ അത്ഭുതപ്പെടുന്ന വിധത്തിലാണ്. എന്തുമാത്രം അതുവരെയുള്ള അല്ലെങ്കിൽ മിശിഹായുടെ മുഴുവൻ വെളിപാടും അതിന്റെ അന്തസത്തയും ദൈവിക ജ്ഞാനവും മുഴുവൻ ദൈവശാസ്ത്രവും എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഇങ്ങനെ 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 കച്ചിക്കുറുക്കിയതുപോലെ സുവിശേഷത്തെ, മിശിഹായിലൂടെയുള്ള രക്ഷയെ, വരാനിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തെ, അതിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മിശിഹ എന്ന നിത്യപുരോഹിതന്റെ ബലിയർപ്പണത്തെ, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളെ മുഴുവൻ, ഹോൾ ക്രിസ്ത്യൻ തിയോളജി അതിനെ ഇങ്ങനെ
അതിനിങ്ങനെ ഞെക്കി ചുരുക്കിയിട്ട് ഏതാനും അധ്യായങ്ങളിലായിട്ട് പ്രതീകാത്മകമായി എന്ന് പറഞ്ഞാൽ നേരിട്ട് വിശദീകരിച്ച് വ്യാഖ്യാനിച്ചു വലുതാക്കി എഴുതാൻ പോലും കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടെന്ന പോലെ ആ കത്തോലിക്ക ദൈവശാസ്ത്രത്തെ, സത്യവിശ്വാസത്തെ, മിശിഹായിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാടിനെ ഇങ്ങനെ സമ്യക്കായി അവതരിപ്പിക്കുന്നതാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ വേർഡ് ടു വേർഡ് മുഴുവൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. നമുക്ക് കുറെ ഭാഗങ്ങളൊക്കെ കുറച്ചങ്ങനെ പറഞ്ഞു പോകാം. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ചില സംശയം ഉണ്ടാകുന്ന ഭാഗങ്ങളിലൂടെ നമ്മൾ അടുത്ത ദിവസങ്ങളിലൂടെ കടന്നു പോകും. നമുക്ക് പെട്ടെന്ന് ചോദ്യോത്തരങ്ങളിലേക്ക് മനസ്സിലാക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 12-ാം അധ്യായത്തിൽ 9-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദാനിയേലേ നീ നിന്റെ വഴിക്ക് പോ, ഇത് അവസാനം വരെ അടച്ചു മുദ്ര വയ്ക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു വചനം. അതായത് ദൂതൻ പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ട് ദാനിയേൽ ചോദിച്ചപ്പോ പറയുന്നതാണ്. അപ്പൊ ആ ഗ്രന്ഥം അടച്ചു മുദ്രവയ്ക്കപ്പെട്ട ആ വചനം എന്താണെന്നുള്ളത്, പിന്നെ അത് ഞാൻ കണക്ട് ചെയ്യുന്നത് വെളിപാടിന്റെ പുസ്തകം 20:12 പറയുന്നുണ്ട്, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അപ്പൊ ഈ ആദ്യത്തെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു നദിയുടെ അക്കരയും ഇക്കരയും നിന്നുകൊണ്ടുള്ള ദൂതന്മാർ പറയുന്നത്. ഇവിടെ വെളിപാടിന്റെ അവസാനവും പറയുന്നുണ്ട്, 22-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു നദിയുടെ ഇരുവശങ്ങളിലും, അതായത് നദീജൽ പളുങ്ക് പോലത്തെ നദി ഒഴുകുന്നുണ്ട്, അതിന്റെ ഇരുവശങ്ങളിലും ആയിട്ട് ഇലകൾ 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു നദിയുടെ പശ്ചാത്തലം ഇവിടെയുണ്ട്. അപ്പൊ ഈ ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന ഈ മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു എന്ന് പറയുന്നതാണോ ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 12-ാം അധ്യായം അത് യുഗാന്ത്യത്തെ കുറിച്ച് പറയുന്നതാണ്. നമുക്കറിയാം പ്രവചന ഗ്രന്ഥങ്ങളിലെ വാക്കുകൾക്ക് പൊതുവിൽ മിശിഹായുടെ ആഗമനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഒരു വിദൂരാർത്ഥത്തിൽ അത് മിശിഹായുടെ 2-ാം ആഗമനത്തെക്കുറിച്ചും കൂടെ പരാമർശിക്കുന്നതാണ്. അപ്പം ഇവിടെ സംസാരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് 4-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും, ദാനിയേലെ അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക, അനേകർ അങ്ങും ഇങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വചനം എന്ന വാക്കൊക്കെ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് പൊതുവിൽ ദ ഹോൾ റെവലേഷനെ കുറിച്ചാണ്. എന്താണ് വെളിപാട് എന്ന് പറഞ്ഞാൽ അത് ദൈവം അരുൾ ചെയ്ത കുറച്ച് വാക്കുകൾ മാത്രമല്ല, ദൈവത്തിന്റെ രഹസ്യം മുഴുവനുമാണ്. അതൊരു വ്യക്തിയിൽ സംഗമിച്ചിരിക്കുന്നു, അത് മിശിഹായാണ്. മിശിഹായെ കുറിച്ചുള്ള അറിവ് ഈ സമയത്ത്, ഈ ദാനിയേലിന്റെ പുസ്തകമൊക്കെ രേഖപ്പെടുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടില്ല എന്നാണ്. അടച്ചു മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ മനുഷ്യ ബുദ്ധിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു, അഥവാ മിസ്റ്ററി ആണെന്ന് അതിനർത്ഥമുള്ളൂ. മിസ്റ്ററിയാണ്, ദൈവിക രഹസ്യമാണത്. അപ്പം മിശിഹായെ കുറിച്ചുള്ള രഹസ്യം അത് അവിടുത്തെ യുഗാന്ത്യം വരെ മറയ്ക്കപ്പെട്ടിരിക്കും എന്ന് വെച്ചാൽ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാത്തതുപോലെ മറയ്ക്കപ്പെട്ടിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്ന യുഗാന്ത്യം കൃത്യമായി പറഞ്ഞാൽ ഈശോയുടെ വരവ് വരെയുള്ള യുഗത്തെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ ആ സമയത്താണ് ഈശോ വെളിപാട് എന്ന് വെച്ചാൽ പഴയ നിയമ കാലഘട്ടത്തിലൊന്നും ഈ വെളിപാട് പൂർണ്ണമായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഈശോയുടെ സമയത്ത് പുതിയ നിയമത്തിൽ യുഗാന്ത്യം എന്ന് പറയുന്നതോ അവിടുത്തെ 2-ാമത്തെ ആഗമനത്തിലാണ്. സത്യത്തിൽ ഈ രണ്ടിനും പൂർണ്ണതയുണ്ട്. ഉണ്ടാകുന്നത് എങ്ങനെയാ? അതായത് മിശിഹ വരുന്നതോടുകൂടെ ദൈവിക രഹസ്യങ്ങളെല്ലാം വെളിപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ വെളിപാട് പൂർണ്ണമായി, അഥവാ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മുദ്ര വയ്ക്കപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, അഥവാ ദൈവത്തിന്റെ ഹിതം വെളിവാകപ്പെട്ടു, ദൈവിക രഹസ്യങ്ങൾ വെളിവാകപ്പെട്ടു. ആ രഹസ്യം ഒരു പേഴ്സണായിട്ട് സംഗമിച്ചിരിക്കുന്ന മിശിഹ അവതരിക്കപ്പെട്ടു എന്നാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. അപ്പൊ വചനം ഈശോ തന്നെയാണെന്നൊക്കെ പറയുന്നതിന്റെയൊക്കെ പശ്ചാത്തലം ഇതാണ്. കാരണം മിശിഹ എന്ന വ്യക്തി തന്നെയാണല്ലോ വചനം. ഇനി രണ്ടാമത് എന്താണ്? മിശിഹായുടെ മനുഷ്യാവതാരത്തിൽ സകലതും വെളിവാക്കപ്പെട്ടെങ്കിലും ഇതെല്ലാം നമ്മുടെ ബുദ്ധിക്ക് പൂർണ്ണമായും വെളിവാകുന്നത്, നമ്മളത് അറിയുന്നത് സബ്ജക്റ്റീവാണ്. ആദ്യത്തേത് ഒബ്ജക്റ്റീവ്ലി ദൈവം വെളിപ്പെടുത്തിയതാണെങ്കിൽ, രണ്ടാമത് നമ്മളെ സംബന്ധിച്ച് ആ വെളിപാട് പൂർണ്ണമാകുന്ന എവിടെയാണ്? അത് യുഗാന്തത്തിൽ, സ്വർഗത്തിലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നാം കണ്ണാടിയിൽ എന്ന പോലെ കാണും, അപ്പോൾ നാം മുഖാമുഖം ചെയ്യും. നമുക്ക് നഷ്ടപ്പെടാഞ്ഞിട്ടല്ല, നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് അത് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യവംശം വളരുന്നതനുസരിച്ച്, തിയോളജി വളരുന്നതിനനുസരിച്ച് ഈ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടുണ്ട്, അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് 4-ാമത്തെ ദാനിയേൽ പുസ്തകത്തിൽ. അപ്പം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് പൂർണ്ണമാകുന്ന എപ്പോഴാണ്? ഈ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് പ്രവാചകന്മാരിലൂടെ വളർന്നു വന്ന് മിശിഹായിൽ അത് പൂർണ്ണമായി. ഇനി മുഴുവനും സ്വീകരിച്ച നമ്മൾ അത് ഗ്രഹിക്കുന്ന കാര്യത്തിൽ അത് വീണ്ടും പൂർണ്ണത പ്രാപിക്കും. യുഗാന്ത്യത്തിൽ അഥവാ പൽകൂദാശാകാലത്തിൽ, സഭയുടെ മഹത്വീകരണത്തിൽ, സ്വർഗരാജ്യത്തിലെ വിരുന്നിൽ അവിടുന്ന് വെളിപ്പെടുത്തിയവ പൂർണ്ണമായും നമ്മൾ ഗ്രഹിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തിനും നമ്മുടെ രക്ഷയ്ക്കും ആവശ്യമായവയൊക്കെ നമുക്കിവിടെ മനസ്സിലാവും. ഇനി അത് വിട്ടുള്ള കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ദൈവത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു.
ദൈവത്തിന് ഷേപ്പില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, അരൂപിയാന്ന് പറയും. ഈ അരൂപിയായ ദൈവം ഏത് വിധത്തിൽ കാണപ്പെടുമെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? അത് അവിടെയാണ് നടക്കുക. പക്ഷെ ദൈവം അരൂപിയാണ് എന്ന് അറിയുന്നതോടുകൂടെ നമ്മുടെ രക്ഷയുടെ കാര്യം ശരിയാണ്. ഇനി അത് എങ്ങനെയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് രണ്ട് പൂർണ്ണതകളെ കുറിച്ച് പറയുന്നത്. ഈ മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് അങ്ങനെയുള്ള ഒരു അർത്ഥമാണുള്ളത്. ഇനി ഇത് തമ്മിലുള്ള ബന്ധം കണക്ട് ചെയ്യപ്പെടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഉദ്ദേശിക്കുന്ന മുദ്രയും പുതിയ നിയമത്തിലെ മുദ്രയും തമ്മിൽ ഇങ്ങനെ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഈ രക്തസാക്ഷികളോട് പറയുന്നത് എന്താണ്? ഈ സ്വർഗം എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും നമുക്ക് അഗ്രാഹ്യമാണ്. നമുക്ക് സ്വർഗമുണ്ടെന്നറിയാം, സ്വർഗത്തെക്കുറിച്ച് അറിയാം, പക്ഷെ ആ സ്വർഗം അതിപ്പോഴും നമ്മൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. രക്തസാക്ഷിത്വത്തിലൂടെ നിങ്ങൾ ആ സ്വർഗത്തെ പുൽകും, അതിന്റെ ആ മുദ്ര തുറക്കപ്പെടും എന്നൊക്കെയാണ് അതിന്റെ ലളിതമായ അർത്ഥം. പക്ഷെ അവിടെയും നമ്മൾ ഓർക്കണം, വെളിപാട് പുസ്തകത്തിൽ തന്നെ മിശിഹായുടെ ആ വരവിൽ തന്നെ തുറക്കപ്പെട്ട മുദ്രയെക്കുറിച്ച്, അഥവാ അവിടുത്തെ കുരിശുമരത്തിൽ മുകൾ മുതൽ താഴെ വരെ കീറുന്ന വിരി തുറക്കുന്ന മുദ്രയെക്കുറിച്ചൊക്കെയുള്ള പരാമർശമുണ്ട്. ബേസിക്കലി വെളിപാടാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ. അപ്പൊ കൊളോസസിൽ പറഞ്ഞതുപോലെ, അതായത് ഇപ്പോൾ നമുക്ക് ഈശോ നേരിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. പ്രവാചകന്മാർക്ക് അത് നേരിട്ട് കിട്ടിയില്ല, ഇപ്പൊ നമുക്ക് നേരിട്ട് കിട്ടിയിരുന്നു. വെരി ഗുഡ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അച്ഛാ. താങ്ക് യു സോ മച്ച്. ശരിക്കും വലിയൊരു ഉൾക്കാഴ്ചയാണത്. താങ്ക് യു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. 2 ചോദ്യങ്ങളുണ്ട് അച്ചോ. ഒന്ന് യോഹന്നാൻ 17:19 അവരും സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ അതിലെ പരിശുദ്ധനും ദൈവപുത്രനുമായ ഈശോയ്ക്ക് വിശുദ്ധീകരണത്തിന്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പൊ ഇവിടെ പറയുന്ന വിശുദ്ധീകരണം ഈശോ കുരിശുമരണത്തിലൂടെ നമ്മെ രക്ഷിക്കാനായിട്ട് ഈശോനെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വിശുദ്ധീകരണമാണോ? ആ കുരിശുമരണത്തിലൂടെ നമ്മളും വിശുദ്ധീകരിക്കപ്പെടണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇതാ ആദ്യത്തെ ചോദ്യം. ചോദ്യത്തിന് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റാണ്. അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോയുടെ വിടവാങ്ങൽ പ്രാർത്ഥനയിലാണത്. മഹാപുരോഹിത പ്രാർത്ഥന എന്ന് വിളിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ 15, 16, 17 അധ്യായങ്ങളുടെ ആ ഭാഗങ്ങൾക്കകത്താണ് ഇത് നിറഞ്ഞു നിൽക്കുന്നത്. ഇനി ഇതിനകത്ത് കർത്താവ് തന്റെ പിതാവിനോട് സംസാരിക്കുകയാണ്. മിശിഹ പരസ്യമായി തന്റെ പിതാവിനോട് സംസാരിക്കുന്ന ഭാഗമാണിത്. അത് അപ്പസ്തോലന്മാർ കേൾക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ തൊട്ട് തുടർന്നാണ് പിതാവ് ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണം, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, ഇവരുടെ വാക്കുമൂലം എന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഈശോ സംസാരിക്കുന്നത് സത്യത്തിൽ ഇവരെയും കൂടെ പങ്കാളിയായിക്കൊണ്ടാണ്. അപ്പം അത് വരാനിരിക്കുന്ന ആരാധനാ സമൂഹത്തിന്റെ പ്രതീകമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മളിപ്പോ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, സഭ പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പേഴ്സണലായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല, പകരം മിശിഹായിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോ മിശിഹായുടെ അവയവങ്ങളായി ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഈശോയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോയാണ് പിതാവിനോട് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് മിശിഹായിലാണ് നമ്മൾ ഈ ആരാധന അർപ്പിക്കുന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ദൈവത്തോട് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവിടുത്തെ ഭാഗത്തിലായിരിക്കുകയും അവിടുത്തെ അവയവങ്ങളായിരിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ ആരാധനയിലാണ് പങ്കെടുക്കുന്നത്. ഈ ആരാധന എന്ന് പറഞ്ഞാൽ പിതാവിനോടുള്ള സംഭാഷണം തന്നെയാണ്. ഒരു നിരന്തര കർമ്മസ്തോത്രമാണ്. അതിലാണ് പങ്കാളിയാകുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു പുരോഹിതനാണ് ഞാനെന്ന് ഈശോ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്താണ് കർത്താവ് പറയുന്നത് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അത് പൗരോഹിത്യത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ് ഈശോ ശരിക്കും അവിടെ. പഴയ നിയമത്തിൽ പുരോഹിതൻ എന്താ ചെയ്തത്? പഴയ നിയമത്തിലെ പുരോഹിതൻ ദൈവജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ആട്ടിൻകുഞ്ഞിനെ കൊല്ലുവാണ് ചെയ്തത്, പഴയ നിയമത്തിലെ പുരോഹിതൻ. എന്നാൽ ഈശോ പറയുകയാണ് അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇനി അത് ഈശോയുടെ പാപം മോചിക്കലല്ല, പകരം അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നറിയാമോ? സ്നാപയോഹന്നാൻ പറഞ്ഞതാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ സമ്മഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമത്തിലെ കുഞ്ഞാടിന്റെ രീതി ഏതായിരുന്നു? ഒരു കുഞ്ഞാടിനെ അവർ കൊണ്ടുവരും, ഓനെ മറ്റൊരു കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കും, കുഞ്ഞാടിനെ കൊണ്ടുവരും, എന്നിട്ട് പുരോഹിതൻ ജനത്തിന്റെ മുഴുവൻ പാപങ്ങൾ ആ കുഞ്ഞാടിന്റെ മേൽ ചുമത്തും. എന്നിട്ട് അപ്പോൾ ആ പാപം വഹിച്ചിരിക്കുന്ന പാപമംഗലമായ കുഞ്ഞാടാണ് ആ കുഞ്ഞാട് എന്ന് ലോകം ഗ്രഹിക്കും. എന്നിട്ട് ആ കുഞ്ഞാടിനെ ബലി ചെയ്യും. അപ്പൊ നോക്കിക്കേ, കുഞ്ഞാട് നിഷ്കളങ്കനാണ്. നിഷ്കളങ്കതയുടെ അടയാളം എന്ന പോലെയാണ് കുഞ്ഞാടിനെ കൊണ്ടിരുന്നത്. പക്ഷെ ആ കുഞ്ഞാടിന്റെ മേൽ ചുമത്തുന്നത് മനുഷ്യന്റെ പാപങ്ങളാണ്. ശരിക്കും ആ പാപം ചെയ്തവനാണല്ലോ ശിക്ഷിക്കപ്പെടേണ്ടത്. പക്ഷെ പഴയ നിയമ ജനത്തിന് തന്നെ അറിയാമായിരുന്നു അവരുടെ ശിക്ഷ, അവരുടെ പാപത്തിന്റെ ശിക്ഷ അവർക്ക് താങ്ങാൻ കഴിയില്ല. അത് മറ്റൊരാൾ ഏൽക്കുകയും മറ്റൊരു ആട്ടിൻകുഞ്ഞ് ഏൽക്കുകയും അത് ബലിയർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വഴി അവർ വിമോചിതരാകും. ഇതൊരു നിഴലായിരുന്നു, വരാനിരിക്കുന്ന രക്ഷയുടെ നിഴലായിരുന്നു. ഇനി ഈശോ പറയുകയാണ്, നാളിതുവരെ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ കുഞ്ഞാടില്ലേ, ലോകത്തിന്റെ പാപങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്ന ആ കുഞ്ഞാട്, സത്യത്തിൽ ആ കുഞ്ഞാട് ഞാനാണ്. ഞാനാകുന്ന ഈ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ എന്നിൽ വഹിക്കുന്നു.
അതുകൊണ്ട് അവർ വിമുക്തരായിത്തീരും. ഇനി ആ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ ശുദ്ധി ചെയ്യേണ്ടതുണ്ട്. ഈശോ ഉദ്ദേശിക്കുന്ന ശുദ്ധി ചെയ്യൽ തന്റെ ആത്മബലിയാണ്. താൻ അർപ്പിക്കപ്പെടേണ്ട വിശുദ്ധ കുരിശിന്റെ മുകളിലുള്ള വിശുദ്ധമായ ബലിയർപ്പണമാണ് തന്റെ കുരിശുമരണമാണ്. അങ്ങനെയുള്ള വിശുദ്ധീകരണത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഈശോയ്ക്ക് തന്റെ പാപങ്ങൾ മോചിക്കുക എന്നുള്ളതല്ല, ഇത് തന്റെ സ്ലീഹന്മാരുടെ മധ്യയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി അതിനുള്ള രണ്ടാമത്തെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ അർത്ഥം, ആ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ഞാൻ എന്നെ തന്നെ ബലിയായി അർപ്പിച്ച് ജനത്തെ വിമോചിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ബലിയുടെ മറ്റൊരു ആത്മബലിയുടെ കുരിശിലെ ബലിയുടെ മറ്റൊരു പരാമർശമാണ് എന്നെ തന്നെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അത് തന്റെ അജപാലകരോട് സംസാരിക്കുന്നതാണ്. സ്ലീഹന്മാരോട് അവരോട് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അതിനൊരു എഴുതപ്പെടാത്തൊരു വശം കൂടിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ എന്നാണ്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. ഇപ്പൊ ഞങ്ങൾ വൈദികരായി ഞങ്ങൾ ഈ ഭാഗം വായിക്കേണ്ടത് അങ്ങനെയാണ്. ഞങ്ങൾ കുമ്പസാരിക്കുന്നതിന്റെ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന്റെ, ഞങ്ങളെ തന്നെ ബലിയായി അർപ്പിക്കുന്നതിന്റെ അർത്ഥം മിശിഹായുടെ ബലി പോലെ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ലോകത്തെ വിശുദ്ധീകരിക്കുന്നതിന് വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മീൻസ് ആണ് കർത്താവ് ഉപയോഗിക്കുന്നത്, അഥവാ പൗരോഹിത്യം ഉപയോഗിക്കുന്നത്, ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. സാധാരണ നമ്മൾ ഒരാളെ വിശുദ്ധീകരണം എന്ത് ചെയ്യുക? അയാളെ പോയി കഴുകുകയാണ് ചെയ്യുന്നത്, അല്ലെ? അയാളെ ശുദ്ധീകരിക്കുക, അയാളെ പോയി കഴുകുകയാണ് ചെയ്യുന്നത്. പക്ഷെ കർത്താവ് പറയാണ്, അയാളെ അല്ല കഴുകുന്നത്, ഞാൻ എന്നെ തന്നെയാണ് കഴുകുന്നത് എന്നാണ് പറയുന്നത്. ഇനി പൗരോഹിത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? പൗരോഹിത്യം ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു വൈദികൻ, അഭിവൃദ്ധി പിതാക്കന്മാർ, അവർ ജനത്തെ വിശുദ്ധീകരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? കൂദാശകളിലൂടെ ആളുകളെ വിശുദ്ധീകരിക്കുന്നു എന്നാണല്ലോ. യഥാർത്ഥത്തിൽ അവരെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ജനത്തെ വിശുദ്ധീകരിക്കുന്നത്. ഇതാണ് അതിന്റെ രീതി. അവരെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ജനത്തെ വിശുദ്ധീകരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാരണം മിശിഹായിൽ നിന്ന് സ്വീകരിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ ദൗത്യമാണ്, അതിന്റെ ക്യാരക്ടറാണ്, അതിന്റെ സ്വഭാവമാണത്. ആ കാര്യമാണ് ഈശോ പറയുന്നത്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, അഥവാ ഞാൻ എന്നെ തന്നെ ബലിയായി അർപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഗുഡ് ഈവനിങ് ഫാദർ. ഈ സപ്താത്മാക്കൾ എന്ന് പറഞ്ഞത് അതെന്താ? ഇവിടെ നെറ്റിന്റെ കുറച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ആ ഭാഗം ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതൊന്ന് പറഞ്ഞുതരാം. സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും എന്നുള്ളത് അത് പരിശുദ്ധാത്മാവിനെ തന്നെയാണോ? അതായത് ഈ സപ്താത്മാക്കൾ എന്ന വാക്ക് അത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. സപ്താത്മാക്കൾ എന്നത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള, അതായത് ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നത് കരുതുന്ന ആൾക്കാരുണ്ട്. എന്നാൽ 7 മുഖ്യദൂതന്മാരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ വെളിപാട് പുസ്തകം 8:2, അതുപോലെ തോബിത്തിന്റെ പുസ്തകം 12:6, തോബിത്തിന്റെ പുസ്തകം 12:6 ഒക്കെ നമ്മൾ ഈ സപ്താത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് എന്നും കരുതുന്നുണ്ട്. ഇനി 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ അടയാളമായതുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷകരുടെ, ദൈവത്തിന്റെ ദൂതന്മാരുടെ പൂർണ്ണതയെ അല്ലെങ്കിൽ ആത്മാവിന്റെ പൂർണ്ണതയെ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടി, ദൈവിക ഇടപെടലിന്റെ പൂർണ്ണതയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ 7 എന്ന കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആത്മാവിന്റെ പൂർണ്ണതയെ, അല്ലെങ്കിൽ ദൂതന്മാരുടെ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന അർത്ഥം ആണ് അതിനുള്ളത് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഈ എന്താ പറയാ, ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ 2-3 വാചകങ്ങൾക്കകത്തൊക്കെ ഉണ്ടല്ലോ, ഈ സപ്തദാനങ്ങളുടെ ദാതാവിനെ സപ്താത്മാക്കൾ എന്ന് വിളിച്ചിരിക്കുന്നുണ്ട്. സപ്തദാനങ്ങളുടെ ദാതാവിനെ, അതായത് ദൈവത്തെ തന്നെ, എല്ലാ 7 ദാനങ്ങളും നൽകുന്നവൻ ദൈവം എന്നുള്ള അർത്ഥം ഈ പറഞ്ഞ പുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കും. ഇനി അപ്പൊ അതുകൊണ്ടൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേക സ്ഥലങ്ങളിൽ വിവിധ അർത്ഥങ്ങളിൽ ഈ സപ്താത്മാക്കൾ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കോൺക്രീറ്റ് ആയിട്ട് ഏതാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അങ്ങ് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകാവുന്ന 2 കാര്യമാണ്. ഒന്ന്, പരിശുദ്ധാത്മ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയെ സൂചിപ്പിക്കും. 2, ദൈവിക കൃപകളുടെ, ദൈവിക നന്മകളുടെ ദാതാവാകുന്ന ദൈവം, പൂർണ്ണനായ ദൈവത്തെ സൂചിപ്പിക്കും. നേരിട്ട് പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കും. എന്തായിരുന്നാലും ദൈവിക ലോകത്തിന്റെ സാന്നിധ്യം, ദൈവിക പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയുടെ സാന്നിധ്യമാണ് അവിടെ എന്നാണ് ഈ സപ്താത്മാക്കൾ എന്നതുകൊണ്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് എത്രയോ അത്ഭുതാവഹമായ വഴികളിലൂടെയാണ്. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപാട് ഗ്രന്ഥം എത്രയോ ആഴമുള്ളതാണ്, ദൈവശാസ്ത്രപരമായ ആഴങ്ങളുള്ള വിശുദ്ധ ഗ്രന്ഥം.
അതിൻ്റെ ഓരോ വാക്കിനും ഞങ്ങളോട് ഒരു ലോകത്തെക്കുറിച്ച് പറയാനുണ്ട്. സ്വർഗത്തെക്കുറിച്ച്, ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച്, മനുഷ്യരക്ഷയെക്കുറിച്ച്, രക്ഷാചരിത്രത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ വലിയ പ്രൗഢിയെക്കുറിച്ച്, മഹനീയതയെക്കുറിച്ചൊക്കെ കർത്താവെ വെളിപാട് പുസ്തകത്തെ അർത്ഥമറിഞ്ഞ് ആഴത്തിൽ വായിക്കാനും സഭാത്മക ജീവിതത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കാനും വിശുദ്ധ ലിഖിതങ്ങളെ അവയുടെ ഉറവിടത്തിൽ നിന്ന് ഗ്രഹിക്കാനും ഒക്കെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവായ മിശിഹ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.